നാം തിരുവചന ധ്യാനത്തിന്റെ 12ാമത്തെ രാത്രിയിലേക്ക് നമുക്ക് വരുവാൻ ഇടയായി തീർന്നല്ലോ. ഓരോ സെഷനുകളിലും നാം ചിന്തിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രയും പ്രയോജനമുള്ളതായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് വളരെ സന്തോഷമുണ്ട്. പലരും മെസ്സേജുകൾ എനിക്ക് അയക്കുന്നുണ്ട്. അതിൽ ഞാൻ ധാരാളം മെസ്സേജസ് ഉണ്ട്. ബട്ട് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം പ്രൊഫഷണലായിട്ടുള്ള ആളുകളെ ക്രിസ്തീയ ശുശ്രൂഷയിലേക്ക് ജോലിയോടൊപ്പം ഒരുക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ധാരാളം മെസ്സേജുകൾ എന്നെ സ്പർശിച്ചു. അതിൽ ഞാൻ ഒരു മെസ്സേജ് വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, യുവർ മെസ്സേജ് ഇസ് ചേഞ്ചിങ് മീ എ ലോട്ട്. യുവർ മെസ്സേജ് ഇസ് ചേഞ്ചിങ് മീ എ ലോട്ട്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നമ്മളിൽ രൂപാന്തരം വരുത്തുവാൻ ഇടയായി തീരുന്നത് നാം തിരുവചനത്തെ ഉള്ളതുപോലെ അംഗീകരിക്കാൻ മനസ്സുണ്ടാകുമ്പോഴാണ് നമ്മളിൽ മാറ്റങ്ങൾ വരുന്നത്. നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ. അതിൽ ആരംഭത്തിൽ നാം വായിച്ച വാക്യം ഓരോ സെഷനിലും ഞാൻ വായിക്കുന്നുണ്ട്. നാം ഒരുമിച്ചത് വായിച്ചാൽ നന്നായിരിക്കും. നെഹമ്യ 2:20. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നോക്കുക, കാര്യങ്ങൾ ഒക്കെയും സഫലമാക്കുന്നതും വിജയത്തിലേക്ക് നയിക്കുന്നതും മാനിക്കപ്പെടുവാൻ ഇടയായി തീരുന്നതും ഇതിൻ്റെ എല്ലാം പിറകിൽ നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തരുന്ന ദൈവം ഉള്ളത് കൊണ്ടാണ് എന്ന് നാം ഇതിൽ നിന്നും മനസ്സിലാക്കുന്നു. നാം ഇന്ന് രാവിലെ കാര്യമായി ചിന്തിച്ചത് പുരോഹിതന്മാരായ ആളുകളോടും പ്രമാണികളോടും ഒക്കെ അതിശക്തമായ നിലയിൽ ദൈവഹിതമില്ലാത്ത ചില രീതികൾ സാമ്പത്തിക വിഷയത്തിൽ ജനത്തിന് ഞെരുക്കം വന്നപ്പോൾ പ്രമാണിമാരായവർ ഒക്കെയും കരുണ കാണിക്കേണ്ടതിന് ദൈവഭയം നഷ്ടപ്പെട്ട രീതിയിൽ അവരോട് ദോഷമായി പ്രവർത്തിച്ച രീതികളെ ഒക്കെയും നെഹമ്യാവ് അതികർശനമായ നിലയിൽ വിലക്കുകയും തൻ്റെ പണം കൊണ്ട് അനേകരെ വീണ്ടെടുക്കുകയും അനേകർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ നിലനിർത്തുകയും ചെയ്തു എന്ന് നാം വായിപ്പാനിടയായി. ഇന്ന് നാം ഈ സന്ധ്യയിൽ വായിക്കുന്നത് 6ാമത്തെ അധ്യായത്തിലേക്കാണ് നാം വരുന്നത്. 6ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ നാം മനസ്സിലാക്കിയാൽ കൗശലപൂർവം നെഹമ്യാവിനെ കൊന്നുകളയുവാൻ ആത്മീയ വേഷം കെട്ടി യോഗം വയ്ക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. 5 മുതൽ അതിൻ്റെ 9 വരെയുള്ള വാക്യങ്ങളിൽ ആരോപണ വിധേയനാകുവാനായിട്ട് തനിക്കെതിരെ വലിയ ശ്രമം നടത്തുന്നതായിട്ട് കാണുന്നു. 1 മുതൽ അതിൻ്റെ 4 വരെയുള്ള വാക്യങ്ങളിൽ വളരെ കൗശലപൂർവമായി കർത്താവിൻ്റെ വേലയിൽ ശുഷ്കാന്തിയോടെ ആയിരിക്കുന്ന നെഹമ്യാവിനെ ആത്മീയ വേഷത്തിൽ യോഗത്തിന് ക്ഷണിച്ച് വകവരുത്തുക എന്നുള്ള ഒരു തന്ത്രം. അതിൻ്റെ 5 മുതൽ നാം കാണുന്നത് ആരോപണ വിധേയനാക്കുക എന്നുള്ള തന്ത്രമാണ്. 10ാമത്തെ വാക്യം മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വഞ്ചിക്കുവാനായിട്ടുള്ള പ്രാവചനിക കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവം അയച്ചു പറയുന്നു എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ വ്യാജമായ പ്രവചനങ്ങൾ പറയുവാൻ കൂലിക്ക് സൻബല്ലത്തും തോബിയാവും ആളുകളെ വിളിച്ച്
അതിനൊരു ടീമിനെ തന്നെ നവോദ്യ എന്ന പ്രവാചികയെ ഉൾപ്പെടെ മറ്റു പല പ്രവാചകന്മാരെ കൂലിക്ക് വാങ്ങി പ്രവചിപ്പിക്കുകയാണ്. എന്തിന്? ദൗത്യത്തിൽ നിന്ന് പിന്മാറുവാൻ. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ വളരെ ഭയത്തോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. വ്യാജ സ്നേഹത്തിന്റെ ഉൾമുറിയിലെ പതിയിരിപ്പ് തിരിച്ചറിയാതെ പോയത് കൊണ്ടാണ് ശിംശോന്റെ ജഡ നഷ്ടപ്പെട്ടു പോകാൻ ഇടയായി തീർന്നത്. നിങ്ങൾ നോക്കുക, 6-ാമത്തെ അധ്യായം അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ ഇതാ അവർ മതില് പണിതു. തൻ്റെ മതില് പണി നിങ്ങൾ മനസ്സിലാക്കണം, 52 ദിവസം നോൺ സ്റ്റോപ്പായി ഡേ ആൻഡ് നൈറ്റ് ആണ് ഈ മതില് പണിതത് എന്ന് നിങ്ങൾ ഓർക്കണം. 52 ദിവസവും ശത്രു അടങ്ങിയിരുന്നില്ല. ഇന്ന് രാത്രി ഞാൻ വളരെ ഭയത്തോടെ നിങ്ങളെ ഓർപ്പിച്ചുണർത്താം. ഒരു ദൗത്യത്തിനായി ആത്മാവ് നിങ്ങളെ നിർബന്ധിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അതിന് ഹേമം തരുമ്പോൾ, അതിനുള്ള കൃപകളാൽ ദൈവം നിറച്ച് നിങ്ങളെ പുറത്തിറക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് മുൻപോ പിൻപോ ശത്രുവായ പിശാച് നിങ്ങളോട് പൊരുതിയെന്ന് വരാം. എന്നാൽ നിങ്ങൾ തോറ്റു പിന്മാറാൻ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. ചാരപ്രവർത്തനങ്ങൾ കണ്ടേക്കാം, ദൂഷണ ശബ്ദങ്ങൾ കണ്ടേക്കാം, അപവാദത്തിന്റെ ശക്തികൾ കണ്ടേക്കാം, പേരുദോഷം വരുത്തുന്ന അതേ വ്യാജ പ്രസ്താവനകൾ കണ്ടേക്കാം. കൊന്നേ അടങ്ങൂ, പണി നിർത്തിച്ചേ അടങ്ങൂ. ദുരാപ്രമാന ശതുൽഗജനകസ്യ രക്തം ജയം. വെല്ലുവിളിയോടുകൂടെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തുന്നതിന് മുമ്പ് നിങ്ങളെ തകർത്ത് കളയാൻ, നിങ്ങളെ നിർമൂലമാക്കുവാൻ, നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ആമേൻ ശത്രു ആവോളം പ്രയത്നിച്ചെന്ന് വരും. എന്നാൽ ഓരോ സന്ദർഭങ്ങളിലും ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും, ദൈവാത്മാവ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. അതിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്താണ് കാണുന്നത്? 2-ാം വാക്യം, മതില് പണി ഇങ്ങനെ നടന്നു തീരാറായി എന്നുള്ള കാര്യം ശത്രു കേട്ടപ്പോൾ, 2-ാം വാക്യം, സൻബല്ലത്തും ഗേശേമും എൻ്റെ അടുക്കൽ ആളയച്ചു. എന്താണ് പറയുന്നത്? നാം ഓനോ സമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു. നോക്കുക, ഡിക്ലെയർ ചെയ്ത് 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ താൻ പരസ്യമായി തന്നെ സൻബല്ലത്തും തോബിയാവും അത് ഗേശേമും 19-ാം വാക്യം 2:19 അവരെ പരിഹസിച്ചപ്പോൾ പരിഹാസിയുടെ നടുവിൽ ആത്മാവിൽ നിറഞ്ഞവനായി ആത്മാവ് നിറഞ്ഞവനായി ഉറക്ക പറഞ്ഞു. എന്താണ്? സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിച്ചു തരും. ഡോണ്ട് എക്സ്പെക്ട് ഓൾവേസ് ദ എൻകറേജ്മെന്റ് ഫ്രം ദ ലീഡേഴ്സ്. ഡോണ്ട് എക്സ്പെക്ട് മോർ എൻകറേജ്മെന്റ് ഫ്രം യുവർ ചർച്ച്. ഡോണ്ട് എക്സ്പെക്ട് മോർ എൻകറേജ്മെന്റ് ഫ്രം ദ സ്പിരിച്വൽ അതെ പീപ്പിൾ. ഒരിക്കലും ആത്മീയ ലോകത്തിൽ നിന്ന് ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ദർശനത്തിന്റെ നിവർത്തിക്കായി നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നേതൃത്വത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഒരു പ്രോത്സാഹനം പ്രതീക്ഷിക്കരുത്, ഒരു കൈത്താങ്ങൽ പ്രതീക്ഷിക്കരുത്. കാരണം അവരെ കൊണ്ട് ചെയ്തിട്ടില്ലാത്ത ചില വലിയ കാര്യങ്ങൾ, യേശുവിന്റെ ജയം, വലിയ ദൈവ മഹത്വത്തിന്റെ തലങ്ങളിലേക്ക് ആത്മാവ് ഒരു ശുശ്രൂഷയിലും രംഗത്തിറങ്ങാതിരുന്ന നിന്നെ ആത്മാവ് പഠിപ്പിച്ച് ഒരുക്കിയെടുത്ത് ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് കരടും കീടവും പോക്കി ക്ലാവ് പോക്കി നിന്നെ ഒരുക്കി പുറത്തെടുക്കുമ്പോൾ ആത്മീയ മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് തന്നെ അസൂയയുണ്ടാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ അവർ നിങ്ങളെ ചതിക്കുഴിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടാകും. തിരിച്ചറിയണം, എല്ലാ ഇൻവിറ്റേഷനും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല. എവിടെയെങ്കിലും യോഗമുണ്ട് ചാടിപ്പൊക്കളയാം എന്ന് ഇന്ന് രാത്രി ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ വളരെ
കർശനമായി ദൈവവചന ഭാഷയിൽ പറയുന്നു. പ്രൈസ് ഗോഡ്. എന്തെങ്കിലും അടയാളങ്ങളോ അത്ഭുതങ്ങളോ നടക്കുന്നത് കൊണ്ട് അതെല്ലാം ആത്മീയമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചിലർ കൃപാവരങ്ങളെ പ്രാപിച്ചിട്ട് പിന്നെ അവർ തന്നിഷ്ടത്തിനോടും. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ നിങ്ങൾ താഴോട്ട് വായിച്ചാൽ കർത്താവ് പറയുന്നുണ്ട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. ആമേ ആമേ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. പിന്നെന്താണ്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ദൈവ ഇഷ്ടം ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. തമ്പുരാൻ അവിടെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എന്നെ ആമേ ഓ ലോഡ് എന്ന് എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. പിന്നെ ആമേ എൻറ്ററിങ് ടു ദ ഹെവൻ, സ്വർഗരാജ്യത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. എന്താ പിതാവിന്റെ ഇഷ്ടം? ആദ്യം സാന്റിഫിക്കേഷൻ, റിപ്പന്റൻസ്, മാനസാന്തരം. പ്രൈസ് ഗോഡ്. ഇന്നൊന്നു പോലും ഞാൻ CSI പള്ളിയിൽ വെച്ച് ഒരിക്കൽ ഒരു മീറ്റിങ്ങിന് ഞാൻ ചെന്നൈയിൽ നിന്ന് ഒരാൾ പ്രസംഗിക്കാനായി കടന്നു വന്നു. എൻ്റെ സ്നേഹിതനായ എന്നെ പ്രീ ഡിഗ്രിക്ക് പഠിപ്പിച്ച, 4th ഗ്രൂപ്പിന് പഠിപ്പിച്ച ഒരു സാറ് പറഞ്ഞു, ഷാജി നല്ല പോയിന്റുകളൊക്കെ കിട്ടും, നമുക്ക് ആ മീറ്റിങ്ങിന് പോവാം. ഞാൻ പറഞ്ഞു, ഞാൻ വരാം, എനിക്ക് സന്തോഷം. പക്ഷേ ദുരുപദേശം പറഞ്ഞാൽ ഞാൻ ഇറങ്ങി വരുമ്പോ ചോദിക്കും. അത് ആംബിയർ ഉണ്ടേ ചോദിച്ചോളാൻ പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഞാൻ 2.5 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ പ്രസംഗം നീണ്ടു. അദ്ദേഹം സ്നാനസംബന്ധമായി വിഷയം പറഞ്ഞപ്പോൾ സ്നാനപ്പെടാതെ എല്ലാവർക്കും സ്വർഗത്തിൽ പോകാമെന്നുള്ള ഒരു ഉപദേശം അദ്ദേഹം കൊണ്ടുവച്ചു. യോഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, എൻ്റെ 2.5 മണിക്കൂർ സമയം ഞാൻ സാറിന് തന്നു. സ്തോത്രം. എനിക്ക് സാറിന്റെ 5 മിനിറ്റ് എനിക്ക് തരണമെന്ന് പറഞ്ഞു. സ്തോത്രം. ന്യായമല്ലേ ചോദിച്ചത്? അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ്? ഞാൻ പറഞ്ഞു, സാർ, മർക്കോസ് 16:16 വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ രക്ഷിക്കപ്പെടുമെന്നല്ല, വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. അപ്പോൾ അടുത്തിരുന്ന ആളിനോട് പുള്ളി ഹിന്ദിയിൽ ചോദിച്ചു, ഏ കോനെന്ന്. അപ്പൊ ഞാൻ ഹിന്ദിയിൽ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തമിഴിൽ പറഞ്ഞ അടുത്ത ആളിനോട്, ഇത് യാറയ്യ. അപ്പൊ ഞാൻ തമിഴിൽ പറഞ്ഞു. പുള്ളിക്ക് ആകെ പ്രശ്നമായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ദൈവവചനം പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരോഗ്യപരമാക്കി തീർക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവേശുവിൽ വസിച്ചുകൊണ്ട്, ക്രിസ്തുവിൽ റൂട്ടഡായി, ആത്മാവിന്റെ ഫലങ്ങളുള്ളവരായി, യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം ഉള്ളവരായി തന്നെ ക്രിസ്തുവിന്റെ തലയോളം വളരുക. എങ്ങനെ? കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇല്ലാത്ത തലങ്ങളിൽ കർത്താവിന് വേണ്ടി ഒരുക്കമുള്ള ഒരു ജനതയെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കിയെടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആയെങ്കിൽ മാത്രമേ നിത്യത ലഭിക്കുകയുള്ളൂ. ആളിനെ കൂട്ടുവാനും ആളത്വം കാട്ടുവാനും ആവോളം വിദ്യ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത. എങ്ങനെ സ്റ്റേജിൽ കയറി ഇടിച്ചു നിൽക്കാം, എങ്ങനെ ആളിനെ കൂട്ടാം, എങ്ങനെ ജനസ്വാധീനം ഉണ്ടാക്കാം, എങ്ങനെ പോപ്പുലാരിറ്റി ഉണ്ടാക്കാം, എത്രയും വലിയ ഫ്ലെക്സിൽ എൻ്റെ പിക്ചർ എങ്ങനെ വരും, എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ എൻ്റെ വ്യൂവേഴ്സിനെ വർദ്ധിപ്പിക്കും. നോ നോ നോ, നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. കർത്താവ് തൊട്ടു താഴെ പറയുകയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കി. അപ്പോൾ ഹീലിംഗ് മിനിസ്ട്രി ഉള്ള ആളാണ്. പിന്നെ ഭൂതങ്ങളെ പുറത്താക്കി, കാസ്റ്റ് ഔട്ടിംഗ് ഡീമൺസ്. അപ്പോൾ സാത്താന്റെ മേൽ പിശാചിനെ പുറത്താക്കാൻ വരം ലഭിച്ചവരാണ്. മൂന്നാമത്തത് പറഞ്ഞിരിക്കുന്നതാണ്, വീര്യപ്രവർത്തികൾ ചെയ്തു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി തള്ളിയ കേസ് കെട്ട് ചെന്ന് പ്രാർത്ഥിച്ച ഉടനെ സൗഖ്യമാക്കി. സൗഖ്യമായി. അപ്പൊ ശ്രദ്ധിക്കുക, എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രവചിച്ചു. അപ്പോൾ പ്രൊഫറ്റിക്കൽ മിനിസ്ട്രി ഉണ്ട്, ഹീലിംഗ് മിനിസ്ട്രി ഉണ്ട്, സാത്താന്റെ മേലുള്ള അധികാരമുണ്ട്, മിറക്കിൾസ് ഉണ്ട്. പക്ഷെ കർത്താവ് പറയുന്ന എന്താണ്? ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല.
അധർമ്മം പ്രവർത്തിക്കുന്നവനെ എന്നെ വിട്ടുപോകുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അമേൻ, അമേൻ, അമേൻ. ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞു, why some preachers are, അമേൻ, very good at the platform and very bad at home. അമേൻ. കാനവച്ചൻ അതിന് പണ്ട് ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ, ക്ലാസ് എടുക്കാൻ സെമിനാരി വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എന്തുകൊണ്ട് ചിലർ വേദിയിൽ ദൂതന്മാരായും വീട്ടിൽ പിശാചുക്കളായും മാറുന്നു? സഹോദരങ്ങളെ, തിരിച്ചറിയണം, നമ്മൾ രോഗശാന്തി അല്ല നിത്യതയ്ക്ക് പോകുന്നതിനൊരു ആധാരം. ഒരു ഭൂതം പുറത്തു പോകുന്നതല്ല, വീര്യപ്രവർത്തികളുമല്ല, പ്രവചനവുമല്ല. സ്തോത്രം. എന്നാൽ വചനം നിന്നിൽ വ്യാപരിക്കുന്നുവെങ്കിൽ വചനധ്യാനത്തിങ്കൽ, ആമേൻ, വചനം പറയുന്നത് എന്താണ്? ആമേൻ, ധ്യാനത്തിങ്കൽ തീ കത്തുന്നു. അപ്പോൾ നാവെടുത്ത് സംസാരിക്കുന്നു. ശിഷ്യന്മാര് ഇമ്മൗസിലേക്ക് പോയപ്പോൾ, കർത്താവരുടെ കൂടെ സഞ്ചരിച്ചപ്പോൾ, തിരുവെഴുത്ത് തെളിയിച്ചു കൊടുത്തപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അവൻ നമുക്ക് തിരുവെഴുത്ത് തെളിയിച്ചു തന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഓ പ്രൈസ് ഗാഡ്. ദൈവ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭവനത്തിലുള്ള പ്ലാസ്റ്റിക് ആയാലും ഇരുമ്പിന്റെ ആയാലും ഏത് സാധനത്തിനാണെങ്കിലും ഒരു പരിധി വരെ അത് പുറത്തിറങ്ങുന്നത് അതിനെ ഉണ്ടാക്കുന്ന ഒരു ഡൈ ഉണ്ട്. ആ ഡൈക്കകത്താണ് മെറ്റീരിയൽ ഇടുന്നതും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ഇട്ട് അത് നന്നായി ഇത്ര സെന്റിഗ്രേഡ് താപത്തിൽ അല്ലെങ്കിൽ ചൂടിൽ, ഊഷ്മാവിൽ അതിനെ ലിക്വിഡാക്കി മാറ്റിയിട്ടാണ് അതിനെ കൃത്യമായ ഒരു സമയം അതിൻ്റെ പ്രോസസ്സിങ്ങിലൂടെ വിട്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ ഏത് ഡൈക്കകത്ത് ഏത് മെഷറിലാണോ ആ മെഷറിലാണ് അത് പുറത്തിറങ്ങുന്നത്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഈ ദിവസങ്ങളിൽ 40 ഡേയ്സ് വചനധ്യാനം എന്ന ഈ ക്ലിനിക്കിനകത്ത്, ഈ വർക്ക്ഷോപ്പിനകത്ത് ദൈവം നിങ്ങളെ കയറ്റിയിരിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നിങ്ങളെ ഷേപ്പ് ചെയ്യുവാൻ, നിങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഷാർപ്പ് ചെയ്യുവാൻ, നിങ്ങളെ സാന്റിഫൈഡ് എടുക്കുവാൻ, നിങ്ങൾ ദൈവത്തിന്റെ കയ്യിലുള്ള അതിശ്രേഷ്ഠമായ ഒരു ആയുധമായി പുറത്തിറങ്ങേണ്ടതിനായി നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളെ സമർപ്പിക്കണം. സ്തോത്രം. ഇവിടെ ഇതാ സൻബല്ലത്തും തോബിയാവിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം. എന്താണ്? നമുക്ക് അവനെ യോഗത്തിന് ക്ഷണിക്കാം. അദ്ദേഹം യോഗത്തിന് വരും. എന്തുകൊണ്ടാണ്? ഇദ്ദേഹം ആത്മീയനാണ്. യോഗം വയ്ക്കുമ്പോൾ ആരും യോഗത്തിന് പോകാൻ ഇഷ്ടമാണല്ലേ? നിങ്ങൾ തിരിച്ചറിയണം. ചില വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഒറീസയിൽ നിന്ന് ഒരു പ്രിയപ്പെട്ടവൻ യോഗത്തിന് വിളിച്ച് ഒരു കൺവെൻഷന് വേണ്ടിയാണ് അദ്ദേഹം വിളിച്ചത്. പക്ഷേ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, യോഗം നീ ക്യാൻസൽ ചെയ്ത് യോഗത്തിന് വരത്തില്ല എന്ന് പറയാൻ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം എങ്ങനെയാ പറഞ്ഞേ, പാതിരി സാബ്, നിന്നെ ദൈവം ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നതായി ഞങ്ങൾ കാണുന്നു, അറിയുന്നു, കേൾക്കുന്നു. അതുകൊണ്ട് നീ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരണം, യോഗത്തിന് വരാൻ. ആദ്യം എനിക്ക് നോർത്തിൽ പോകാൻ സന്തോഷം തോന്നി. പക്ഷേ ദൈവസേനയിൽ കാര്യം വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതൊരു ചതിവാണ്. പിന്നീട് ഞാൻ ആ യോഗത്തിന് പോയില്ല. പിന്നത്തേതിൽ ആ ഗ്രാമത്തിൽ ഉള്ള ഒരു വിശ്വാസി സഹോദരൻ ഞാൻ അറിയുവാനിടയായി തീർന്നു. അവിടെ പകരയോഗത്തിന് പ്രസംഗിക്കാൻ വന്ന ആളിനെ കൊന്നുകളഞ്ഞുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചില ചതിക്കുഴികൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയും, പോണോ പോകണ്ടായോ, ഇത് ദൈവത്താൽ ഉള്ളതാണോ അല്ലയോ, ഇതിലൂടെ നിങ്ങൾക്ക് വല്ല ബ്ലെസ്സിങ്ങും ഉണ്ടോ ഇല്ലയോ, കൃത്യമായി ദൈവം സംസാരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും തികഞ്ഞ ദൈവകൃപയുള്ള മനുഷ്യരെ, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച ആളുകളെ യോഗത്തിന്റെ പേരിൽ തന്ത്രപരമായി അതെ കൊന്നൊടുക്കിയതായി നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? നാബോത്തിനെ നിങ്ങൾ എടുത്തു നോക്കുക. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നിങ്ങൾ വരണം. അതിന്റെ 21-ാമത്തെ അധ്യായം. ആഹാബ് രാജാവ് പറയുകയാണ് നാബോത്തിനോട് 2-ാം വാക്യത്തിൽ, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കാൻ തരേണം. നോക്കുക എന്തൊരു ആഗ്രഹമാണെന്ന്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞത് എന്താണ്? എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ തരത്തില്ല. നോക്കുക ദൈവമക്കളെ, സ്വാർത്ഥ താല്പര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് ഇന്ന് അനേകം ലീഡേഴ്സായ ആളുകളുടെ ആഗ്രഹം എന്താണ്? മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കിയാൽ മതി. ശ്രദ്ധിച്ചു കേൾക്കണം. സ്തോത്രം. മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുക. അപ്പോൾ താൻ പറഞ്ഞത് എൻ്റെ പിതാക്കന്മാരുടെ അവകാശം തരില്ല. രാജാവിന്
മുഷിച്ചിലായി. ഭാര്യ ചോദിക്കുന്നു, എന്താ അച്ഛാ എന്റെ മുഖമൊക്കെ വാടിയിരിക്കുന്നത്? കാര്യം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞടി, നമ്മുടെ സമീപത്തുള്ള ആ മുന്തിരിത്തോട്ടമുണ്ടല്ലോ, എനിക്കത് കാണുമ്പോൾ സ്തോത്രം സ്തോത്രം, എന്താണ്, എനിക്കിത് ചീരത്തോട്ടമാക്കണം. ഇസ്രായേൽ ജനത്തിന്റെ ഭരണാധികാരി ആണെങ്കിലും ദൈവികമായ റൂട്ടിൽ നിന്ന് മാറിപ്പോയി ബാലിന്റെ അശേരയുടെയും അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിയുടെ ദൈവമായി കനാനിലെ ജനതകൾ വിശ്വസിച്ചിരുന്നത് ഈ അശേരയും ബാലും ഈ പ്രോസ്പെരിറ്റിയുടെ ദൈവങ്ങളാണ്, ദേവന്മാരാണ്. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പിൻതലമുറ അവരുമായി ഇടപഴകി കഴിഞ്ഞപ്പോൾ ഈ ഉപദേശം പെതുക്കെ അവരുടെ തലയിലോട്ട് കയറി വന്നു. ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന എല്ലാ ഒട്ടുമിക്ക യോഗങ്ങളിലും കാണുന്നത് നിത്യജീവനെ കുറിച്ചുള്ള സർമൺ അല്ല, ജീവിത ശുദ്ധീകരണത്തെ കുറിച്ചുള്ള സർമൺ അല്ല, നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെ വചനപ്രകാരം ജീവിക്കണം എന്നുള്ള പഠിപ്പിക്കലുകളല്ല, നിങ്ങളുടെ തലമുറയെ ദൈവവചന വെളിച്ചത്തിൽ എങ്ങനെ അവരെ ഒരുക്കിയെടുക്കണം എന്നുള്ള ഉപദേശമല്ല, എങ്ങനെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ കഴിയും എന്നുള്ള പഠിപ്പിക്കലുകളല്ല, എങ്ങനെ നല്ല ശിഷ്യനായി മാറാം എന്ന പഠിപ്പിക്കലുകളല്ല. ചേത്തക്കും കൊണ്ട് വന്നാ മതി, കുടിയും കൊണ്ട് പോകാം. സഹോദരങ്ങളെ, നാം ദൈവവചന വെളിച്ചത്തിൽ ഒരു ഉപദേശവും ഒരു പ്രസംഗവും കേൾക്കുമ്പോൾ അത് ദൈവവചന വെളിച്ചത്തിൽ ഉള്ളതല്ലെങ്കിൽ നിങ്ങളുടെ സമയം വെറുതെ കളയരുത്. സ്തോത്രം. നിങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നതല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള സർമണിലേക്ക് പോകരുത്. എനിക്കറിയാം ഭൗതികം എല്ലാവർക്കും ആവശ്യമാണ്, പക്ഷേ സാത്താൻ യേശുവിന്റെ അരികിൽ വന്നത് ഏറ്റവും ഹൈയസ്റ്റ് ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രോസ്പെരിറ്റിയും കൊണ്ടാണ് വന്നത്, അല്ലേ? ഈ കാണുന്നതൊക്കെയും ഞാൻ നിനക്ക് തരാം, നീ എന്നെ ഒന്ന് വീണു വണങ്ങിയാൽ മതി. 3 മേഖലയിലുള്ള പരിശോധനയാണ് യേശു നേരിട്ടത്. ഒന്ന് ഭക്ഷണ പരിശോധനയാണ്. ആ പരിശോധന കർത്താവ് ജയിച്ചു. എന്താണ്? വിശന്ന് കഴിഞ്ഞപ്പോൾ റൈറ്റ് ടൈമിലാണ് ഓപ്പർച്യൂണിറ്റി കൊണ്ട് കൊടുത്തത്. എന്ത്? അപ്പമല്ല കൊണ്ട് കൊടുത്തത്, കല്ലാണ് കൊണ്ട് കൊടുത്തത്. എന്നിട്ട് പറയുകയാണ്, ഈ കല്ലിനോട്, നീ ദൈവത്തിനുണ്ടെങ്കിൽ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക. സാത്താൻ അറിയാം യേശു 40 ദിവസം കൊണ്ട് പ്രാപിച്ചത് ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ കല്ലപ്പമായി തീരും. കാരണം സകലത്തിന്റെ സൃഷ്ടിതാവാണ് യേശുവെന്ന് സാത്താൻ അറിയാൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മരുഭൂമിയിൽ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ വിജനമായ യഹൂദിയ മരുഭൂമിയിലായിരുന്നു കർത്താവ് ഉപവാസം വരുന്നത്. ജനവാസമില്ലാത്ത സ്ഥലം, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലം, വെള്ളമില്ലാത്ത സ്ഥലം, കൂട്ടിനാരുമില്ല, കൂട്ടായ്മയ്ക്ക് ആരുമില്ല, ഉരിയാടാൻ ആരുമില്ല. ഒറ്റയ്ക്ക് 40 ദിവസം രാവും പകലും പ്രാർത്ഥനയിൽ പോരാടി. ദൈവത്തിന്റെ പൈതലെ, ചില സമയങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചവരോ ഇച്ഛിച്ചവരോ നിങ്ങളുടെ സ്നേഹിതരോ ആരും ഒരു വിഷയത്തിന് മുന്നിൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കാൻ ആരുമില്ലെങ്കിലും ഓർത്തോണം, കൂടാരുമില്ലെന്ന് വിചാരിച്ച് വിളിച്ചവൻ പോയിട്ടില്ല. ഒറ്റയ്ക്ക് കൂടിരുന്ന് വലിയ കാര്യങ്ങൾ, രക്തം ജയം, അതിശ്രേഷ്ഠമായത് നീ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് പലപ്പോഴും നീ ഒറ്റപ്പെട്ടു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ഭക്ഷണ വിഷയത്തിൽ വന്ന പരിശോധന, ഏദനിൽ പറുദീസ നഷ്ടപ്പെട്ടത് ഭക്ഷണ വിഷയമായിരുന്നു. ഒന്നാമത്തെ ആദാമിന് പറുദീസ നഷ്ടപ്പെടാൻ കാരണം ഭക്ഷണ വിഷയമായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് കനാൻ നഷ്ടപ്പെടാൻ, അന്ന് ഇറങ്ങി തിരിച്ചവരിൽ ഏറിയ ആളുകൾക്കും കനാൻ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അവർ ഭക്ഷണ വിഷയത്തിൽ ദൈവത്തോട് പെറുവിറുത്തു എന്നുള്ളതാണ്. ഇവിടെ ഇതാ യേശു ആദ്യത്തെ ആദാം തോറ്റത്, ഇസ്രായേൽ ജന തോറ്റുപോയ വിഷയത്തിൽ ക്രിസ്തു ജയിപ്പാനിടയായി. രണ്ടാമത് കർത്താവിന്റെ അരികിൽ കൊണ്ടുവന്ന പരീക്ഷണം അവനെ ഏറ്റവും ദൈവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ടു നിർത്തി. ആത്മീയന് ദൈവാലയത്തിന്റെ അഗ്രത്തിലല്ല ശുശ്രൂഷ, അല്ലേ? ആലയത്തിനുള്ളിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആത്മീയത്തിന്റെ പേരിൽ നിങ്ങളെ അമിതമായി ആളുകൾ പൊങ്ങച്ചം പറഞ്ഞു ഉയർത്തുന്നെങ്കിൽ, മുഖസ്തുതി പറഞ്ഞു ഉയർത്തുന്നെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങൾ ഇത് തിരിച്ചറിഞ്ഞുകൊള്ളണം. എന്തിനാണ് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയത്? നാം വളരുന്ന വളർച്ചയ്ക്ക് അനുസരിച്ചാണ് വീഴ്ചയുടെ ആഘാതം എന്ന് ഓർത്തുകൊള്ളണം. ഏറ്റവും ഉയരങ്ങളിൽ കൊണ്ടുപോയതിന്റെ എന്തിനായിരുന്നു? ഇവിടെ നിന്ന് താഴോട്ട് ചാടുക, ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. വാക്യം കൊണ്ടുവന്ന് കൊടുത്തു, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം എന്താണ്? അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നോക്കുക, അനാവശ്യമായ ഒരു സ്ഥലത്ത് നിന്നിട്ട് എടുത്തു ചാടിയിട്ട്
ദൈവത്തിന്റെ പരിപാലനം ചോദിച്ചാൽ ഒരിക്കലും ലഭിക്കുകയില്ല. ദൈവം എവിടെയും നമ്മളെ സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ ട്രാക്കിൽ ഓടുമ്പോൾ മാത്രമാണ്, ദൈവ ആലോചനയിൽ ഓടുമ്പോൾ മാത്രമാണ്, ദൈവഹിതപ്രകാരം മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ്. യേശുവിന്റെ രക്തം ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം 91 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അതെ, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കിയില്ല. ഈ വാക്യം മാത്രം എടുത്തുകൊണ്ട് പോയത് കൊണ്ട് കാര്യമാകുന്നില്ല. എന്തുകൊണ്ട്? ആരുടെ അടുക്കിലാണ് ബാധ അടുക്കാത്തത്? അതിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അത്യുന്നതന്റെ മറവിലായിരിക്കണം, സർവശക്തന്റെ നിഴലിലായിരിക്കണം. അവർക്ക് വേണ്ടിയാണ് താഴെ അത് പറഞ്ഞിരിക്കുന്നത്. ഒരു ബാധയും അടുക്കത്തില്ലെന്ന്. തോന്നിയതുപോലെ ജീവിച്ചിട്ട് ബാധ അടുക്കത്തില്ലെന്ന് ആമേ പ്രസംഗിച്ചത് കൊണ്ടോ വിശ്വസിച്ചുകൊണ്ടോ കാര്യമായില്ല. വചനം പഠിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരായി തീരുവാൻ നിയോഗം ലഭിച്ച നിങ്ങളോട് ഞാൻ താഴ്മയോട് പറയട്ടെ, സ്തോത്രം. നീ മറയേണ്ടടുത്ത് മറയണം, നിഴലിലാകേണ്ടടുത്ത് നിഴലിലാകണം. സ്തോത്രം. അപ്പോൾ ശത്രു കാണുമ്പോൾ നീ കർത്താവിന്റെ കൃപയുടെ ആ എൻവല്ലപ്പിനകത്ത് മറഞ്ഞിരിക്കപ്പെട്ടിരിക്കുകയാണ്, സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ശത്രുവിന് പിന്നെ എന്ത് ബാധ അയച്ചാലും അവിടെ വരാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മൂന്നാമത്തേത് എന്താണ്? ഈ കാണുന്നതൊക്കെയും നിനക്ക് തരാം. ഇന്ന് മോസ്റ്റ് ഓഫ് ദ പ്രീച്ചേഴ്സിന്റെ ഉപദേശം അതല്ലേ? പ്രൈസ് ലോർഡ്. അടുത്ത കാലത്ത് ബെൻഹിന്റെ അനുതാപത്തിന്റെ ചില വീഡിയോസ് ഞാൻ കാണാനിടയായി തീർന്നു. താൻ ദൈവത്തോട് കരയുന്ന കർത്താവെ, റോങ് ആയിട്ടുള്ള ടീച്ചിങ് ജനങ്ങളെ ഞാൻ പഠിപ്പിച്ചു പോയി, പ്രോസ്പെരിറ്റി പഠിപ്പിച്ചു പോയി. ദൈവമക്കളെ ശ്രദ്ധിക്കണം, വരിക്കച്ചക്ക പഴുത്താൽ അണ്ണാൻ വരാൻ വേണ്ടി ആരും ഉപവസിക്കണ്ട. എന്താണ്? വരിക്കച്ചക്ക പഴുത്താൽ അണ്ണാൻ വരാൻ ആരും ഉപവസിക്കണ്ട, അത് തനിയേ വന്നുകൊള്ളും. ഇതുപോലെ നീ യഹോവ നിന്റെ ഇടയനായിരിക്കുന്നോ? കർത്താവ് നിന്റെ ഭരണാധിപനാണോ? ദൈവാധിപത്യം നിന്റെ വീട്ടിലും നിന്റെ ജീവിതത്തിലും ഉണ്ടോ? നന്മയ്ക്ക് വേണ്ടി നീ കരയണ്ട. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. ഒരു നന്മയ്ക്ക് വേണ്ടി ആരും ഉപവസിക്കണ്ട. പിന്നെന്താ ഉപവസിക്കേണ്ടത്? വിളിയുടെ ആശ മനസ്സിലാക്കി ദൈവ ഇഷ്ടം ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ഉപവാസം. മെറ്റീരിയലൈസ്റ്റിക് ആയിട്ടുള്ള ഉപവാസം യാതൊരു ആവശ്യമില്ലെന്നാണ് ദൈവവചന വെളിച്ചത്തിൽ. എന്തുകൊണ്ട്? അപ്പനാണോ? ആമേൻ. നാം മക്കളാണോ? അപ്പനുള്ളതിനെല്ലാം നമ്മൾ അവകാശികളാണ്. സ്തോത്രം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. ചോദിച്ചു കിട്ടിയതിനേക്കാൾ എത്രയോ മടങ്ങാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും അറിഞ്ഞു തന്നിട്ടുള്ളത്. വചനം കേൾക്കുന്ന എല്ലാവരുടെയും ഉള്ളം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്പസെക്കൻഡുകൾ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ ദൈവമക്കളെ. യേശുവിന്റെ രക്തം ചെയ്യാൻ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. പിറുപിറുപ്പ് വിട്ട്, ആമേ, പരാതികൾ വിട്ട്, സ്തോത്രം, ദൈവസന്നിധി നന്ദിയുള്ള മനസ്സോടുകൂടി തന്നെ കർത്താവിനെ സ്തുതിക്കുവാൻ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും കർത്താവ് കൃപ നൽകട്ടെ. ശ്രദ്ധിക്കുക, നാബോത്ത് തികഞ്ഞ ആത്മീയനാണെന്ന് ഇസബേലിന് മനസ്സിലായി. യോഗത്തിന് വിളിച്ചാൽ അവൻ വരുമെന്നും ആമേൻ, അതെ, ഇസബേലിന് അറിയാം. അതുകൊണ്ട് ആത്മീയനെ കുടുക്കാൻ ഉപയോഗിച്ച മാർഗം ആത്മീയ ശുശ്രൂഷയായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്താണ്? അതെ, ഈ തന്റെ ഭർത്താവായ രാജാവായ അഹാബിനോട് പറയുകയാണ്, നീ ഇന്ന് രാജ്യഭാരം വഹിക്കുന്നുവോ? നിനക്ക് ഞാൻ ചുമ്മാതെ തരാം. നോക്കുക, അഹാബ് തന്നെ തന്നെ താഴ്ത്താൻ ഇച്ചിരി മനസ്സുള്ളവനായിരുന്നുവെന്ന് പിന്നത്തേതിൽ ആലോചന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇസബേലിന്റെ മനസ്സ് അങ്ങനല്ലായിരുന്നു. ഖജനാവിലെ കാശുകൊണ്ടവൾ അന്യാരാധനയ്ക്ക് ആമേ പ്രവാചകന്മാരെ, ആരെ? ബാലിന്റെ പ്രവാചകന്മാർ. ആരുടെ? അശേരയുടെ പ്രവാചകന്മാർ. ഇസ്രായേൽ മക്കളിൽ നിന്ന് കിട്ടുന്ന സകല ടാക്സ് കൊണ്ടും വ്യാജ ശക്തികളെ വർദ്ധിപ്പിച്ച് ഇസ്രായേൽ ദേശത്തുള്ള സത്യാരാധനയെ മുഴുവൻ തകർത്ത് ആമേ യഹോവയുടെ പ്രവാചകന്മാരെ മുഴുവൻ കൊന്നൊടുക്കുക എന്നുള്ളതായിരുന്നു അവളുടെ പരമോന്നതമായ ലക്ഷ്യം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം, യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ. വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവം ദൈവജനത്തിനെതിരായി, ദൈവരാജ്യത്തിനെതിരായി, ദൈവ മക്കൾക്കെതിരായി, ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിനെതിരായി എത്ര രാഷ്ട്രം എത്ര ശക്തിപ്പെട്ട് കയറി വന്നാലും ആമേൻ, ഹാമാന് ദൈവം കുറിച്ചു വെച്ച ഒരു കാലമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ഇസബേലിന് കുറിച്ചു വെച്ച ഒരു കാലമുണ്ട് ദൈവമൈതലേ. ഇന്ന് രാത്രിയിലും നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ് വരുന്ന അതിരൂക്ഷമായ ഏത് പ്രതിസന്ധിയെ നോക്കി ആത്മാവിൽ വിളിച്ചു പറ, ഇതിന് നിലനിൽപ്പുണ്ടാകില്ല.
ഓ ഹല്ലേലൂയ, യേശുവിന്റെ രക്തം ചെയ്യും ഇതിന് നിലനിൽപ്പുണ്ടാകില്ല. ദൈവവേദലേ, ആത്മാവിന്റെ വീര്യം പ്രാപിച്ച് ഇന്ന് രാത്രി വചനത്തെ പഠിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. നെഹമ്യാവിനെ യോഗത്തിലേക്ക് വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, നിയോഗമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ ആമേൻ നെഹമ്യാൻ ആത്മാവിൽ ഗ്രഹിപ്പാനിടയായി. നാം തുടരുന്നു. എന്താണ് നാബോത്തിനെ ആമേൻ ക്ഷണിക്കാൻ പറഞ്ഞു? നാബോത്തിന്റെ ദേശത്ത് നിങ്ങൾ ഒരു ഉപവാസം വെക്കണം. എന്നിട്ട് എന്താണ്? അതിശ്രേഷ്ഠന്മാരായ ആളുകളെ ഫ്രണ്ടിൽ വിളിച്ചിരുത്തണം. എന്നിട്ട് നാബോത്തിനെ അതിന്റെ നടുവിലിരുത്തണം. നോക്കുക, ആളുകളുടെ ഇടയിൽ, ഒരു യോഗത്തിന്റെ ഇടയിൽ നമ്മെ ഫ്രണ്ടിലോട്ടൊന്ന് വിളിച്ചിരുത്തുക എന്ന് പറയുന്നത് മനസ്സിന് എന്നാ സുഖമുള്ള ഒരു കാര്യമല്ലേ? ഭയങ്കര സന്തോഷമാണ്. നാബോത്തിനെ വിളിച്ചിരുത്തി. ശ്രദ്ധിക്കുക, യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ ആ കത്തിനകത്ത് ചില അവളുടെ ലക്ഷ്യങ്ങൾ എഴുതി കൊടുത്തു. എന്താണ്? യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയണം, രാജാവിനും ദൈവത്തിനും വിരോധമായി ഇവൻ സംസാരിച്ചു എന്ന് പറഞ്ഞ് അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം. സ്തോത്രം. അപ്പോൾ എല്ലാ യോഗങ്ങളും ദൈവത്തിന്റെ യോഗങ്ങളല്ല. എല്ലാ കൂട്ടായ്മയും ദൈവിക കൂട്ടായ്മയല്ല. സ്തോത്രം. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇത് നമ്മൾ വിവേചനത്തോടെ തിരിച്ചറിയണം. നോക്കുക, അപ്പോൾ പ്രാർത്ഥന മനുഷ്യനായ നെഹമ്യാവിന് ക്ഷണം കിട്ടിയപ്പോൾ താൻ എന്താണ് പറഞ്ഞത്? സ്തോത്രം. ഇത് അദ്ദേഹം പറയുന്നത് എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയും 6-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ ഒടുവിലായി കാണുന്നത്, യോഗം കൂടുക എന്ന് പറഞ്ഞ് എന്നോട് ദോഷം ചെയ്യാനായിരുന്നു അവരുടെ നിയോഗം. എന്നോട് ദോഷം ചെയ്യ 4 പ്രാവശ്യമായി ഇൻവിറ്റേഷൻ കിട്ടിയത്. 4 പ്രാവശ്യം. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ശുശ്രൂഷ ഉണ്ടെങ്കിൽ അത് ദൈവം തന്നതാണെന്ന് ഓർത്തുകൊള്ളണം. ആമേൻ. അന്ധനായിരുന്ന ബിലെയാം പ്രവാചകന്റെ അരികിലേക്ക് ബാലാക്ക് ആളിനെ അയച്ചിട്ട് പറഞ്ഞു, നീ വരണം. പ്രധാനപ്പെട്ട ആളുകളെ അയച്ചത്. ഇതുവരെ കിട്ടാത്ത ഒരു വലിയ ഇൻവിറ്റേഷൻ പാലസിൽ നിന്ന് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരത്തില്ല, ദൈവം പറഞ്ഞാലേ വരൂ. ദൈവം പറഞ്ഞു പോകണ്ട. അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മന്ത്രിമാരെ വിട്ടു. മിനിസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ താൻ പറയുന്നത് എന്താണ്? ഇന്ന് നിങ്ങൾ പാർക്ക്, ദൈവം എന്നോട് എന്ത് അരുളി ചെയ്യുന്നു എന്ന് ഞാൻ നോക്കട്ടെ. തലേ ദിവസം പറഞ്ഞതാ. ഞാൻ പറയാറുണ്ട്, ദൈവം ഒരു കാര്യത്തിന് നിങ്ങൾക്ക് കൺഫർമേഷൻ തന്നാൽ, അതിൽ ബോധ്യം തന്നാൽ, നിങ്ങൾ അടുത്തൊരു പ്രവാചകന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ പോകരുത്. ദൈവവചനത്തിലൂടെ ഒരു കാര്യം നിങ്ങൾക്ക് നോ ദൈവം പറഞ്ഞാൽ അത് എന്നും നോയായിരിക്കും. ദൈവം ഒരു കാര്യം യെസ് പറഞ്ഞാൽ ഇനി 1000 പ്രവാചകന്മാർ നോ പറഞ്ഞാലും അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞ കാര്യം നടന്നിരിക്കും. ദൈവവേദനേ, സ്തോത്രം, സ്തോത്രം. അവിടെ ബന്ധനമുണ്ട്, പോരാട്ടമുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന പ്രവാചകന് 4 ദിവസത്തെ പ്രോഗ്രാം കൂടെ ഉണ്ടാക്കി നിങ്ങളുടെ പേഴ്സ് ഊറ്റിക്കൊണ്ട് പോകുന്ന പരിപാടിയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രവാചകന്മാരെ വിളിക്കാത്ത ഒരു വീടിനും വിടുതൽ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ദൈവത്തിന്റെ വചനം പഠിക്കുക, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിക്കുക. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് വചനം പറയുന്നെങ്കിൽ, സ്തോത്ര, 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 സ്തോത്രം. ഓ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേ. വിശ്വാസത്തിൽ, ജാതി അനുഭവങ്ങളിൽ നിന്ന്, പാരമ്പര്യങ്ങളിൽ നിന്ന്, പല പൈശാചിക സേവാ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്ന ആളുകൾ ഉണ്ട്. സ്തോത്രം. അവർക്കൊക്കെ ഒരു സംശയം, ഇനിയും ആ പഴയ സേവ എന്നെ പിടിച്ചോണ്ട് പോകുമോ? ദൈവത്തിന്റെ വയതിൽ ഞാൻ ഒരു കാര്യം പറയാം. ആമീൻ. നിങ്ങൾ മുൻപ് ആയിരുന്ന ആ പൈശാചിക മണ്ഡലവും അന്യാരാധന ശക്തികളും ദേവീദേവന്മാരും മിഥ്യാ പൂജകളും ഒക്കെ ചെയ്തിരുന്നവരിൽ അധിവസിച്ചിരുന്ന പൈശാചിക ശക്തിയിൽ നിന്ന് തമ്പുരാൻ വലിച്ചെടുത്തെങ്കിൽ ആയിരുന്ന ദുർശക്തിയേക്കാൾ ബലവാനും വീരനുമായ ഒരു ദൈവമല്ലയോ നിങ്ങളെ പിടിച്ചെടുത്തത്? കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നെങ്കിൽ സംഹാരശക്തി പുറത്തുനിന്ന് നോക്കാനേ കഴിയുകയുള്ളൂ. ചോരത്തളി ആചരിച്ച ദൈവപൈതല് ഇന്ന് രാത്രി നീ ആത്മാവിൽ ഉറച്ചു കൊള്ളണം. സ്തോത്ര, 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 സ്തോത്രം. പ്രൈസ് ഗോഡ്. നോക്കുക, നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു. താൻ മരിച്ചു. ഭാര്യ പറയുകയാണ്,
ഇതാ ഫ്രീ ആയിട്ട് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം എടുത്തു. കൈവശമാക്കാൻ ചെന്നപ്പോൾ പ്രവാചകനെ ദൈവം അയച്ചിട്ട് പറയുന്നു, നാബോത്തിന്റെ രക്തം ദൈവസനെ നിലവിളിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ദൂത് എന്തായിരുന്നു? ഇസബേലിന്റെ രക്തം നായ്ക്കൾ നക്കും. സ്തോത്രം, സ്തോത്രം. ഓ ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്നവർക്കെതിരായി ഏത് ശക്തികൾ എവിടെ എഴുന്നേറ്റാലും പിൽക്കാലത്ത് ദൈവകരം അവർക്കും അവരുടെ ഗ്രഹത്തിനും ഭാരമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആകയാൽ ദൈവത്തെ സേവിക്കുന്ന ദൈവപൈതലേ, നിന്റെ ഉള്ളം ദൈവത്തോട് പറ്റിയിരുന്നാൽ അവന്റെ വരങ്കരം നമ്മെ താങ്ങുവാനിടയായിത്തീരും. നിങ്ങൾ തിരിച്ചറിയുക, നിയോഗമില്ലാത്ത യാത്ര ആമേൻ നെഹമ്യ ഒഴിവാക്കി. ആമേൻ. അതേ, വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും അറിഞ്ഞിരിക്കേണ്ട 25 കൂട്ടം കാര്യങ്ങൾ ഒരു സെമസ്റ്റർ ഫുള്ള് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ആ 25 കാര്യങ്ങൾ ഞാൻ കമ്പിവാചകം പോലെ പറയാം. നിങ്ങൾക്ക് മുഴുവൻ എഴുതിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നില്ല. കാരണം ഞാൻ സ്പീഡിൽ അത് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് പിന്നീട് ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാം. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും അറിഞ്ഞിരിക്കേണ്ട 25 കൂട്ടം കാര്യങ്ങൾ. 1, വചനധ്യാനം ദിനചര്യയാക്കി മാറ്റണം. വചനധ്യാനം ദിനചര്യയാക്കി മാറ്റണം. 2, പ്രാർത്ഥന ജീവിതമാക്കി മാറ്റണം. 2, പ്രാർത്ഥന ജീവിതമാക്കി മാറ്റണം. 3, ആത്മനിറവിൽ സംസാരിക്കണം. ആത്മനിറവിൽ സംസാരിക്കുക. 4, ദൈവ നിയോഗത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുക. ദൈവ നിയോഗത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുക. അതെ, അടുത്തത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നു ഒന്നുകൂടെ, അമ്മേ വിട്ടുപോയവർക്ക്. 1, വചനധ്യാനം ദിനചര്യയാക്കി മാറ്റുക. 2, പ്രാർത്ഥന ജീവിതമാക്കി മാറ്റുക. പ്രാർത്ഥന ജീവിതമാക്കി മാറ്റുക. 3, ആത്മനിറവിൽ സംസാരിക്കുക. 3, ആത്മനിറവിൽ സംസാരിക്കുക. 4, വിശ്വസ്ത ജീവിതത്തിന്റെ ഉടമയായിരിക്കുക. വിശ്വസ്ത ജീവിതത്തിന്റെ ഉടമയായിരിക്കുക. 5, ദൈവ നിയോഗത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുക. ദൈവ നിയോഗത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുക. 6, ദൈവിക അധികാരം ദുർവിനിയോഗം ചെയ്യാതെ ഇരിക്കുക. ദൈവിക അധികാരം ദുർവിനിയോഗം ചെയ്യാതെ ഇരിക്കുക. 7, സമയത്ത് ഹാജരാകുക. സമയത്ത് ഹാജരാകുക. 8, സകലത്തിനും മാതൃകയായിരിക്കുക. സകലത്തിനും മാതൃകയായിരിക്കുക. 9, കർത്താവ് വിലക്കുന്ന എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക. കർത്താവ് വിലക്കുന്ന എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക. 10, നിർമ്മല മനസാക്ഷി കാത്തു സൂക്ഷിക്കുക. 10, നിർമ്മല മനസാക്ഷി കാത്തു സൂക്ഷിക്കുക. 11, കാലഘട്ടത്തെ വിവേചിക്കുക. കാലഘട്ടത്തെ വിവേചിക്കുക. 12, ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞിരിക്കുക. ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞിരിക്കുക. 13, ആത്മഭാരം നിലനിർത്തുക. ആത്മഭാരം നിലനിർത്തുക. 14, കർത്താവ് ഏൽപ്പിച്ചത് മാത്രം ചെയ്യുക. കർത്താവ് ഏൽപ്പിച്ചത് മാത്രം ചെയ്യുക. 15, കഷ്ടതയിൽ ദൈവ ഉദ്ദേശം തിരിച്ചറിയുക. കഷ്ടതയിൽ ദൈവ ഉദ്ദേശം തിരിച്ചറിയുക.
16 കർത്താവിൽ നിന്ന് പ്രാപിച്ച് പ്രസംഗിക്കുക. കർത്താവിൽ നിന്ന് പ്രാപിച്ച് പ്രസംഗിക്കുക. 17 വ്യർത്ഥ സംസാരം പൂർണ്ണമായി ഒഴിവാക്കുക. വ്യർത്ഥ സംസാരം പൂർണ്ണമായി ഒഴിവാക്കുക. 18 എല്ലാ കാര്യത്തിലും ഇടപെടാതിരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക. ദാറ്റ് മീൻസ് ആവശ്യമുള്ളതിന് മാത്രം ഇടപെടുക എന്നർത്ഥം. പ്രൈസ് ഗോഡ്. 19 പ്രതിഫല ചിന്തയോടെ പ്രവർത്തിക്കാതിരിക്കുക. പ്രതിഫല ചിന്തയോടെ പ്രവർത്തിക്കാതിരിക്കുക. 20 ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുക. ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുക. 21 വ്യക്തിപരമായ ബലഹീനതകളെ ജയിക്കുക. വ്യക്തിപരമായ ബലഹീനതകളെ ജയിക്കുക. 22 ആത്മനിയോഗം ഒരിക്കലും ബുദ്ധിയുടെ തുലാസിൽ തൂക്കരുത്. ആത്മനിയോഗം ഒരിക്കലും ബുദ്ധിയുടെ തുലാസിൽ തൂക്കരുത്. 23 ദൈവിക വിലക്കിനെ അവഗണിക്കരുത്. ദൈവിക വിലക്കിനെ അവഗണിക്കരുത്. 24 എല്ലാറ്റിനും മറുപടി പറയാതിരിക്കുക. എല്ലാറ്റിനും മറുപടി പറയാതിരിക്കുക. 25 നിയോഗമില്ലാത്ത യാത്ര ഒഴിവാക്കുക. പ്രൈസ് ഗോഡ്. ഞാൻ ഒന്നുകൂടെ ഓടിച്ച് പറയാം. നിങ്ങൾ എല്ലാവരും ഉത്സാഹത്തോടെ എഴുതുന്ന ഞാൻ ശ്രദ്ധിക്കുന്നു. വിട്ടുപോയതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. 1 ദൈവ വചന ധ്യാനം ദിനചര്യയാക്കി മാറ്റുക. 2 പ്രാർത്ഥന ജീവിതമാക്കി മാറ്റുക. 3 ആത്മനിറവിൽ സംസാരിക്കുക. 4 വിശ്വസ്ത ജീവിതത്തിന്റെ ഉടമയായിരിക്കുക. 5 ദൈവനിയോഗത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുക. 6 ദൈവിക അധികാരം ഒരിക്കലും ദുർവിനിയോഗം ചെയ്യാതിരിക്കുക. 7 സമയത്ത് ഹാജരാകുക. 8 സകലത്തിനും മാതൃകയായിരിക്കുക. 9 കർത്താവ് വിലക്കുന്ന എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക. 10 നിർമ്മല മനസാക്ഷി കാത്ത് സൂക്ഷിക്കുക. 11 കാലഘട്ടത്തെ വിവേചിക്കുക. 12 ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞിരിക്കുക. 13 ആത്മഭാരം നിലനിർത്തുക. 14 കർത്താവ് ഏൽപ്പിച്ചത് മാത്രം ചെയ്യുക. 15 കഷ്ടതയിൽ ദൈവ ഉദ്ദേശം തിരിച്ചറിയുക. കഷ്ടതയിൽ ദൈവ ഉദ്ദേശം തിരിച്ചറിയുക. 16 കർത്താവിൽ നിന്ന് പ്രാപിച്ച് മാത്രം പ്രസംഗിക്കുക. 17 വ്യർത്ഥ സംസാരം പൂർണ്ണമായി ഒഴിവാക്കുക. വ്യർത്ഥ സംസാരം പൂർണ്ണമായി ഒഴിവാക്കുക. 18 എല്ലാ കാര്യത്തിലും ഇടപെടാതെ ഇരിക്കുക. 19
19 പ്രതിഫല ചിന്തയോട് പ്രവർത്തിക്കാതിരിക്കുക. 20 ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുക. 21 വ്യക്തിപരമായ ബലഹീനതകളെ ജയിക്കുക. 22 ആത്മനിയോഗം ഒരിക്കലും ബുദ്ധിയുടെ തുലാസിൽ തൂക്കരുത്. 23 ദൈവിക വിലക്കിനെ അവഗണിക്കരുത്. 24 എല്ലാറ്റിനും മറുപടി പറയാതെ ഇരിക്കുക. 25 നിയോഗമില്ലാത്ത യാത്ര ഒഴിവാക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു സെമസ്റ്ററിലോളം പഠിപ്പിക്കാനുള്ള കാര്യമാണത്. എന്നാൽ നെഹമ്യാവ് നിയോഗമില്ലാത്ത യാത്ര ഒഴിവാക്കി. താൻ അതിനെ വിവേചിച്ചറിയുവാനിടയായി തീർന്നു. നോക്കുക, എന്തായിരുന്നു ഉദ്ദേശം? 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. തന്റെ മറുപടി എന്തായിരുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്താണ് ഇവിടെ? കൗശലമാണ് പ്രയോഗിച്ചത്. ആത്മീയ വേഷമിട്ട് യോഗത്തിന് വിളിച്ചാൽ തന്നെ കൊന്നുകളയാം എന്നുള്ള പ്ലാനിലായിരുന്നു അത്. ഇനി 3-ാം വാക്യത്തിലേക്ക് താൻ വരുമ്പോൾ എന്താണ് നെഹമ്യാവ് പറയുന്നത് അവരോട്? ഞാൻ അവരുടെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ചു. ഓക്കെ, somebody can read it. ഞാൻ അവരുടെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ചു. ഒരു വലിയ വേല ചെയ്തു വരുന്നു. എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിവില്ല. ഞാൻ വേല നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ അതിന് മിനക്കേട് വരുത്തുന്നത് എന്തിന് എന്ന് പറയിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ 4 പ്രാവശ്യമാണ് ആളയച്ചതും മറുപടി കൊടുത്തതും. ഇവിടെ താൻ പറയുന്ന, നെഹമ്യാവ് പറയുന്ന അതിപ്രധാനമായ ചില വാക്കുകൾ നിങ്ങൾ വരയിടണം. ഞാൻ ഒരു വലിയ വേല ചെയ്തു വരും. നിങ്ങൾ ശ്രദ്ധിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗം എന്ന് പറയുന്നത് കർത്താവിന്റെ വേലയാണ്. പോലീസിലും എടുത്തില്ല, പട്ടാളത്തിലും എടുത്തില്ല. സിസ്റ്റം തോറ്റുപോയി. ഇനിയിപ്പോ ഇവനെ എങ്ങും ഒന്നിനും കൊള്ളുക, എന്നാ പിന്നെ സുവിശേഷ വേലയ്ക്ക് വിട്ടേക്കാവുന്ന പണ്ട് പറയുമായിരുന്നു. പണ്ടത്തെ കാലത്ത് കർത്താവിന്റെ വേലക്കാരുടെ ഇടയിലുള്ള ഒരു ചിന്ത, സുവിശേഷ വേല ചെയ്യാൻ വിദ്യാഭ്യാസം വേണ്ട. എന്തെല്ലാം മണ്ടത്തരമായ ചിന്താഗതികളായിരുന്നു അന്ന് ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമോ? ദൈവവേല ചെയ്യുന്നതിനെ പഠിക്കുകയൊന്നും വേണ്ട, സുവിശേഷ വേലയ്ക്ക് പോകില്ല. നിങ്ങൾക്കറിയാമോ, ഇന്ന് കർത്താവിന്റെ വേല ചെയ്യണമെങ്കിൽ എത്ര നല്ല നിലയിലുള്ള വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. തികഞ്ഞ ക്രിസ്തീയ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ BD MDH ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ, സ്പെഷ്യലൈസ് ചെയ്ത് പോകുമ്പോൾ എന്തുമാത്രം എക്സ്പെൻസീവ് ആണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ചിന്തിക്കും ബൈബിൾ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ചിലവൊന്നുമില്ലെന്ന്. തിയോളജിക്കൽ സെമിനാരിയിൽ വന്ന് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എൻട്രൻസ് പാസ്സാകണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ വിളിക്കും. പാസ്സായെങ്കിലേ വിളിക്കും. ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂ ബോർഡുണ്ട്. അതിനകത്ത് അവർ ഇന്റർവ്യൂ ചെയ്യും. അതിൽ നിങ്ങൾ പാസ്സായെന്ന് അവരെ ഓരോരുത്തരെയും ചുറ്റുവട്ടം ഇരുന്ന് ന്യായവിസ്താര സഭ തുറന്നെന്ന് പറഞ്ഞ മാതിരി ഓരോരുത്തരും ചോദിക്കും, ലക്ഷ്യം ശരിയാണോ, വിളി ശരിയാണോ, എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം പിന്നീടാണ് എലക്റ്റഡ് ആയെങ്കിൽ മാത്രമേ കാർഡ് അയക്കത്തുള്ളൂ. ഒരുപാട് പടവുകൾ കടന്നതിന് ശേഷം മാത്രമേ ആ സെമിനാരിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. PDയിൽ പഠിക്കാൻ ജോയിൻ ചെയ്ത് വരുമ്പോൾ അതിനകത്ത് ഏതെല്ലാം സെക്യുലർ ആയിട്ടുള്ള എന്തെല്ലാം സബ്ജക്റ്റുകൾ പഠിക്കേണ്ടി വരും. എന്തിനാണ് ഇതൊക്കെ പഠിക്കേണ്ടി വരുന്നത്? റിലീജിയനെ കുറിച്ച് പഠിക്കേണ്ടി വരും. ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കയറുന്നില്ല. നിങ്ങൾക്ക് പഠിച്ചിട്ട് ജോയിൻ ചെയ്തവർക്കെല്ലാം പ്രോസ്പെക്ട്സ് അയച്ചു തന്നിട്ടുണ്ട്. ഡിപ്ലോമയുടെ നമ്മൾ നടത്തുന്നത് സെനറ്റ് ഓഫ് സെറാംപൂറിന്റെ സിലബസ് ബേസ്ഡ് ആണെങ്കിലും നമ്മൾ കോഴ്സ് സെമിനാരിയുടേതാണ്. കാരണം ഡിപ്ലോമ ഇൻ തിയോളജിയും ഗ്രാജുവേറ്റ് ഇൻ തിയോളജിയും BA ഇൻ തിയോളജിയും 3 പ്രോഗ്രാമാണ് നമ്മൾ ഗ്രേറ്റ് വിഷൻ ഓൺലൈനിലൂടെ നമ്മൾ നൽകുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു. കർത്താവിന്റെ വേലയെ ചീപ്പായി കാണുന്ന ആളുകളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ആകാനായി ഡോക്ടർ ബില്ലി ഗ്രഹാമിനെ പൊതുജനം നോമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് അദ്ദേഹത്തിനോട് ഗുഡ് ന്യൂസ് പറയാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു,
അമേരിക്കയുടെ പ്രസിഡന്റ് ആകത്തക്കവണ്ണം ഞാൻ ഇത്രമാത്രം ഈ താണ പോസ്റ്റിലേക്ക് വരുന്നത് എങ്ങനെയാ? ലോകം മുഴുവൻ ദൈവത്തിന്റെ അംബാസഡറായി ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ മാത്രം അധിപതിയായിരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗം കർത്താവിന്റെ വേലയാണ്. നിങ്ങളുടെ മാറിൽ കരം വെച്ചൊന്ന് പറയാമോ? യെസ് ലോർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ജോലി കർത്താവിന്റെ വേലയിലാണ്. രക്ഷിക്കപ്പെട്ട എല്ലാ മനുഷ്യരും അതിൽ പങ്കാളികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന എല്ലാവരും പങ്കാളികളാണ്. എന്താണ്? ക്രിസ്തുയേശുവിലൂടെ വിശ്വാസത്താൽ ലഭിച്ച സന്തോഷം, സമാധാനം, നിത്യജീവൻ, പാപക്ഷമ. എന്തൊക്കെയാണ്? സന്തോഷം, സമാധാനം, നിത്യജീവൻ, പാപക്ഷമ. ഇത് സൗജന്യമായി ലഭിച്ചതാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിച്ചത് എന്തൊക്കെയാണ്? സന്തോഷം, സമാധാനം, പിന്നെ പാപക്ഷമ, നിത്യജീവൻ. ഈ 4 കാര്യങ്ങളും വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി ലഭിക്കും എന്ന് ലോകത്തോട് അറിയിക്കാനായിട്ട് രക്ഷയുടെ സന്തോഷം ഉള്ളിലുള്ളവർക്ക് മാത്രമേ അത് കഴിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ സഭയിൽ ആത്മാക്കൾ വരുന്നില്ലെങ്കിൽ ഓർത്തോണം, അത് ചർച്ച് മോർച്ചറി ചർച്ചായി കഴിഞ്ഞു. സ്തോത്രം. നിങ്ങളുടെ ചർച്ചിൽ പാപികൾ രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ എന്താണ് അതിന് കാരണം? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് നടക്കുന്നത്. സ്തോത്രം. ആത്മാക്കളെ നേടുക എന്നുള്ള ഏക പദ്ധതിക്ക് വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തിരിക്കുന്നത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. 4 പദവിയാ. മനസ്സിലായോ? ഈ 4 പദവി ആർക്കാണ്? അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ. അപ്പൊ സൽഗുണം ഘോഷിക്കുന്നവരാണ് എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. സൽഗുണം ഘോഷിക്കുന്നവനാണ് രാജകീയ പുരോഹിത വർഗം. സൽഗുണം ഘോഷിക്കുന്നവരാണ് വിശുദ്ധ വംശം. സൽഗുണം ഘോഷിക്കുന്നവരാണ് സ്വന്തം ജനം. അപ്പോൾ സുവിശേഷ ആത്മാവില്ലാത്ത ഒരു വ്യക്തിയും ദൈവരാജ്യത്തിലെ മെമ്പറല്ല, അവർ സംഘടനയുള്ള അംഗങ്ങളായിരിക്കും. ആത്മഭാരമില്ലാത്ത ഒരു വ്യക്തി പോലും സ്വർഗരാജ്യത്തിൽ പോകില്ല. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഐ ആം പ്രിപ്പയർഡ്, ഐ ആം നോട്ട് അഷേംഡ് ദ ഗോസ്പൽ, ഐ ആം ഡെപ്റ്റ്. ഹല്ലേലൂയ. ഞാൻ കടക്കാരനാകുന്നു, ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നെഹമ്യാവ് പറയുകയാണ്, ഞാൻ ഒരു വലിയ വേല ചെയ്തു വരുന്നു. സൗരങ്ങളെ, ചില സുവിശേഷകരായ ആളുകൾ 3-4 വർഷം ഒരു ദേശത്ത് താമസിക്കും. വന്നപ്പോഴും ഒരു കൊട്ട, പോകുമ്പോഴും ഒരു കൊട്ട. അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാക്കളില്ലാത്ത പ്രവർത്തനങ്ങൾ ഡെഡായി പോവുകയാണ്. ബയോളജിക്കൽ ഗ്രോത്ത് അല്ല നമ്മുടെ ചർച്ചിന് ആവശ്യം. പിന്നെന്താണ്? രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവർ കർത്താവിലേക്ക് വരണം. അതിനെന്തു വേണം? സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള സുവിശേഷീകരണ പദ്ധതികൾ ഉണ്ടാകണം. 10 പേരുള്ള ചർച്ചാണെങ്കിലും അതിനെ പ്രാർത്ഥിച്ച് ഇവാഞ്ചലിസത്തിന്റെ ഒരു ടീം തന്നെ ഫോം ചെയ്യണം. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ഡെയിലി ഷോർട്ട് മെസ്സേജുകൾ നിങ്ങളുടെ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. പ്രാർത്ഥിച്ച് പൊട്ടത്തരങ്ങളൊന്നും വിളിച്ച് പറഞ്ഞു കളയരുത് കേട്ടോ. അതുകൊണ്ട് ദൈവവചനമൊക്കെ പഠിച്ച് ദൈവം അതിനൊരു നിയോഗമൊക്കെ തരുമ്പോൾ നിങ്ങൾ ഇപ്പോഴേ സർമൺ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് തന്നെ അയക്കണം. നോട്ട്സ് എടുത്ത് അയക്കണം. ഞാനത് സമയം പോലെ ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. സ്തോത്രം. അതുകൊണ്ട് മണ്ടത്തരമൊക്കെ പറയുന്നത് അബദ്ധം പറ്റി പ്രവാചകന്മാരുണ്ട്, ചില ആളുകളുണ്ട്. ദൈവവചനം അവര് പറയും, എനിക്ക് തിയോളജിയും ബയോളജിയും ഒന്നും അറിയത്തില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. മണ്ടത്തരങ്ങൾ പറയരുത് ഒരിക്കലും. മനസ്സിലായോ? ഒരിക്കൽ ഒരു പ്രവാചകൻ ചർച്ചിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്ത്രീയുടെ തലയിൽ കൈവച്ചിട്ട്, ഒരുപക്ഷെ നിങ്ങൾ അങ്ങനത്തെ മെസ്സേജ് പലയിടത്തുനിന്നും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ഹാഗാറിന്റെ കുഞ്ഞിന് ഉറവ തുറന്നതുപോലെ മകളെ ഞാൻ നിനക്കൊരു ഉറവ തുറക്കും. സ്തോത്രം. അപ്പൊ ആ കുഞ്ഞിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചതുപോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ എത്ര പേര് ദൂത് കേട്ടിട്ടുണ്ട്? ഐ വാണ്ട് ടു സീ യുവർ ഫേസ്. നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തേ. ഹാഗാറിനെ അനുഗ്രഹിച്ചതുപോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഹാഗാറിന്റെ കുഞ്ഞിന്റെ നിലവിളി കേട്ടു, ഉറവ് തുറന്നുപോലെ ഞാൻ നിങ്ങൾക്ക് ഉറവ് തുറക്കും.
എന്നോട് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നേരം അതിനെ ശാസിക്കും. എന്തുകൊണ്ടാ? വീഡിയോ ഓൺ ചെയ്യാവുന്നവരെല്ലാം ഒന്ന് ഓൺ ചെയ്ത്. എന്തുകൊണ്ടാണ്? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആ ഭേദഭാഗം എടുത്താട്ട്. സ്തോത്രം. എന്താണ്? ഹാഗാറിന് ഒരു ഉറവ് തുറന്നതായി നിങ്ങൾ കാണുന്നുണ്ടോ എവിടെയെങ്കിലും? ഉണ്ടോ? എല്ലാവരും അൺമ്യൂട്ട് ചെയ്താട്ടെ. ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഡിസ്കഷനും കൂടെ ഒന്ന് നടക്കട്ടെ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത്. യെസ്, സൂസൻ സിസ്റ്റർ. ഹാഗാറിന് ഉറവ് തുറന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, എന്താ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. 21-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം ബാലനോട് കൂടെ ഉണ്ടായി. മോനെ 19-ാം വാക്യം വായിക്കാൻ പറഞ്ഞ അത് വായിക്കും. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം അവളുടെ കണ്ണ് തുറന്നു. ഉറവ് തുറന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. ആണോ? എന്താ എഴുതിയിരിക്കുന്നത്? കണ്ണ് തുറന്നെന്നാ എഴുതിയിരിക്കുന്നത് അല്ലേ? യെസ്, ഉറവ് തുറന്നെന്നല്ല. അപ്പോൾ അവിടെ ഉറവ് ഉണ്ടായിരുന്നു അല്ലേ? ആണോ? അതെ. ഇനി ആ കുഞ്ഞിന് എന്റെ ക്ലാസ് നേരത്തെ കിട്ടിയവര് മൗനമായിട്ടിരിക്കണം. ബാക്കിയുള്ളവരോട് ഞാൻ ചോദിക്കുന്നു, ആ നമ്മൾ വായിക്കുന്നു 16-ാമത്തെ വാക്യത്തിൽ, 15-ാമത്തെ വാക്യത്തിൽ, തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു എന്നൊരു വേർഡാണ് കാണുന്നത്. അപ്പൊ ഈ കുഞ്ഞിന് എന്ത് പ്രായം കാണുമായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. 17 വയസ്സ് അല്ലയോ? ഉണ്ടല്ലേ? എങ്ങനെയാണ് നമ്മൾ ആ പ്രായത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്? അബ്രഹാമും അത് ഇസ്മായേലും ഒരേ ദിവസമായിരുന്നു എന്ത് പരിച്ഛേദനയേറ്റത്. നിങ്ങൾ ശ്രദ്ധിക്കുക, 17-ാമത്തെ അധ്യായം അതിന്റെ 25-ാം വാക്യം, 24-25 വാക്യം ശ്രദ്ധിച്ച്. അബ്രഹാം പരിച്ഛേദനയേറ്റപ്പോൾ അവന് ഇസ്മായേൽ പരിച്ഛേദനയേറ്റപ്പോൾ അവന് 13 വയസ്സായിരുന്നു. ഞാൻ പറഞ്ഞത് 24-ാം വാക്യം കൂടെ ചേർത്തിട്ട്. യെസ്, അബ്രഹാം പരിച്ഛേദനയേറ്റപ്പോൾ അവന് 99 വയസ്സായിരുന്നു. അപ്പൊ 99-ാമത്തെ വയസ്സിലാണ് അബ്രഹാം പരിച്ഛേദനയേൽക്കുന്നത്. 25-ാം വാക്യത്തിൽ എന്ത് പറയുന്നു? അവന്റെ മകനായ ഇശ്മായേൽ പരിച്ഛേദനയേറ്റപ്പോൾ അവന് 13 വയസ്സായിരുന്നു. 13 വയസ്സായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണേ, അപ്പോൾ എപ്പോഴാണ് ഹാഗറിനെയും പൈതലിനെയും പുറത്താക്കിയത്? അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മുലകുടി മാറിയപ്പോൾ കുട്ടി പരിഹാസി എന്ന് കണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ? പരിഹാസി എന്ന് കണ്ടു. യെസ്. അതിന്റെ 8-ാം വാക്യം, 21-ന്റെ 8-ാം വാക്യം. പൈതൽ വളർന്നു മുലകുടി മാറി. ഇസ്ഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. താഴെ വായിക്കുന്നു, ഇസ്രായേൽദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറാ കണ്ട് അബ്രഹാമിനോട്, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. അപ്പോ ഒരു കുട്ടിയുടെ മുലകുടി മാറണമെന്നുണ്ടെങ്കിൽ ആവറേജ്, നിങ്ങൾ അമ്മമാരാണല്ലോ, ഓക്കെ, എത്ര വയസ്സ് വരെ കാണും? ഞങ്ങളുടെ മൂത്ത വയതിൽ 4.5 വയസ്സ് വരെ പാല് കുടിച്ചു. യെസ്. അപ്പൊ മിനിമം നമുക്കൊരു 3.5 വയസ്സ്, ഈ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി പറയുക, 3.5 വയസ്സെങ്കിലും വെച്ചാലോ. അപ്പൊ 13ഉം 3.5യും 16.5യോ 17 വയസ്സോ അല്ലേ? അപ്പോൾ പിഞ്ചു കുഞ്ഞാണോ? അല്ല.
എന്നാ പിന്നെ കുട്ടി കുട്ടി എന്നുള്ള ഒരു വാക്ക് വന്ന എന്താ? ഇസ്രായേൽ മക്കളുടെ ഗോത്രത്തിൽ 20 വയസ്സിന് പൂർത്തിയായി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഗോത്രത്തിൽ എണ്ണുകയുള്ളൂ, പുരുഷനായി എണ്ണുകയുള്ളൂ. അതിന് താഴെയുള്ളതെല്ലാം കുട്ടി എന്നുള്ള നിലയിലാണ് കണക്കാക്കുന്നത്. ഇനി അടുത്തത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഹാഗാറിന്റെ പൈതലിന് നൽകിയ അനുഗ്രഹം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് അവന് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യെസ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹാഗാറിന്റെ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞത് എന്താണ്? അവനെയും ഞാൻ അനുഗ്രഹിക്കും, അവൻ എങ്ങനെയായി തീരും? ആ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിന്റെ 18ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ. അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു, നീ ചെന്ന് ബാലനെ താങ്ങി. 21-ാം അധ്യായം 18-ാം വാക്യം എന്തെഴുതിയിരിക്കുന്നു? ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ആ, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ആ, ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ആ. മരുഭൂമിയിൽ പാർത്തു, മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർത്തു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവന്റെ അമ്മ മിസ്രൈം ദേശത്ത് നിന്ന് ഇല്ലാളിയായി ഒരു ഭാര്യ. അല്ലേ? അതുപോലെ ബേർഷേബ മരുഭൂമിയിലേക്ക് ഓടിപ്പോയപ്പോൾ ഹാഗറിനെ വിളിക്കുന്നുണ്ട് ദൈവം. എന്തിനാണ് വിളിക്കുന്നത്? അതെ, നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ 16-ാമത്തെ അധ്യായം 12-ാം വാക്യം. 16-ാമത്തെ അധ്യായം. അവൻ കാട്ടുകഴുത പോലെയുള്ള മനുഷ്യനായിരിക്കും. ആ, എത്രാമത്തെ വാക്യം അവന്? 12-ാമത്തെ. 16-ാമത്തെ അധ്യായം അതിന്റെ 12-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇസ്മായേൽ പറയുന്നത്, ചില പ്രവാചകർ തലയിൽ കൈവച്ചിട്ട് പറയും, നിന്റെ കുഞ്ഞിനെ ഞാന് ഹാഗറിന് ഉറവ് തുറന്നതുപോലെ അനുഗ്രഹിക്കും, അതുപോലെ വഴി തുറക്കും, അതുപോലെ ബ്ലസ് ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ കേട്ടു. എല്ലാ യോഗങ്ങളും ദൈവിക യോഗങ്ങളല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. വിവേചനത്തോടെ വേണം. അതിനർത്ഥം നാളെ നിങ്ങളുടെ ചർച്ചിൽ പോകണ്ടെന്നല്ല. ഞാൻ 2 ക്ലാസ്സിന് മുമ്പ് പറഞ്ഞു, 9-ന് യോഗം നടക്കുന്നെങ്കിൽ 8:50 അവിടെ ചെന്നിരിക്കണം. നിങ്ങൾ ദുരുപദേശങ്ങളും തെറ്റായ പഠിപ്പിക്കലുകളും കാണുമ്പോൾ അതിന് ആമീൻ പറയുവാനല്ല ആവശ്യം. പിന്നെന്താണ്? വചനം അങ്ങനെ തന്നെയാണോന്ന് പരിശോധിക്കണം. ഇവിടെ ഇസ്മായിലിന് കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് എന്താണ് നിങ്ങൾ കാണുന്നത്? വായിച്ചാട്ടെ, അതിന്റെ 12-ാം വാക്യം. അവൻ കാട്ടുകഴുതയെ പോലെ ഉള്ള മനുഷ്യനായി തീരും. നിങ്ങളുടെ കുഞ്ഞ് അങ്ങനെ ആയി തീരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഭയാനകമല്ലേ? എന്താണ് കാട്ടുകഴുതയെ കുറിച്ചും കുതിരയെക്കുറിച്ചും? ഇസ്രായേലിന്റെ ആത്മീയ ജീവിതം തകർന്ന്, ധാർമ്മിക മൂല്യം തകർന്നപ്പോൾ, അവരുടെ മോറൽ ലൈഫ് തകർന്നു കഴിഞ്ഞപ്പോൾ, മ്ലേച്ഛതയിലേക്ക് പോയപ്പോൾ, ദൈവം അവർക്ക് ഉപമയായി എടുത്ത മൃഗങ്ങളുടെ പേരാണ് കാട്ടുകഴുതയെന്നും കുതിരയെന്നും. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കണം, അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായിരിക്കും. നിങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നതാണോ ഇഷ്ടം? എന്ന് പറഞ്ഞാൽ നാട്ടിൽ അവനൊരു തല്ലിപ്പൊളിയായിരിക്കും എന്ന അതിനർത്ഥം. ഇവനെ കൈവച്ച് അനുഗ്രഹിക്കുമ്പോഴത്തേന് അമ്മ ആത്മാവിലാകും, സഭയും ആത്മാവിലാകും. ശ്രദ്ധിക്കുന്നുണ്ടോ? അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? അവൻ തന്റെ സഹോദരന്മാർക്കെതിരെ പാർക്കും. എന്നും ഇവനൊരു പ്രശ്നക്കാരനായിരിക്കും. യോഗം കഴിഞ്ഞപ്പോ പ്രവാചകനോട് ഞാൻ ചോദിച്ചു, ഈ ഹാഗറിന്റെ കുഞ്ഞിന് എന്തോ പ്രായം കാണും? ഒരു 4-5 വയസ്സ് കാണും. വാക്യങ്ങൾ പൊരുളടിച്ച് തിരിച്ചു കൊടുത്ത് പറയും, അയ്യോ ഞാൻ ബൈബിൾ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ, വേദോസ്തം പഠിച്ചൂടെ? സ്തോത്രം. ഈ അനുഗ്രഹങ്ങൾ വായിച്ചു കേൾപ്പിച്ചപ്പോ ചോദിച്ചു, ഹാഗറിന്റെ മകന്റെ അനുഗ്രഹം വായിച്ചോ? എങ്ങനെയുണ്ട് അനുഗ്രഹം? അയ്യോ, അന്നേരം പുള്ളി പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ പ്രശ്നം. ഞാൻ പറഞ്ഞത് എങ്ങനെയാ പഠിച്ചത്?
പ്രവാചകന്മാര് ദൂത് പറയുന്നത് കേട്ട് ഞാൻ പഠിച്ചതാ. എങ്ങനുണ്ട്? ഇസഹാക്കിൽ നിന്നുള്ളവനല്ലോ വാക്തത്വം, അബ്രഹാമിൽ നിന്നുള്ളവനല്ലയോ ഇസഹാക്ക്. അതാണ് വാക്തത്വ സന്തതി ദൈവമക്കളെ. അതുകൊണ്ട് തെറ്റായ പഠിപ്പിക്കലുകൾ ലോകത്തിൽ ധാരാളം പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കി വന്നത് 6-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലായി നമ്മൾ കേട്ട കാര്യം എന്താണ്? അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കേട്ടത്, ഞാൻ വലിയ വേല ചെയ്തു വരുന്നു. വലിയ വേല ചെയ്തു വരുന്നു. അങ്ങോട്ട് വരുന്നതിനാൽ ഇത് എന്തായിത്തീരും? ഇത് മെനക്കേടായിത്തീരും. സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്ക് തന്ന വാതിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭോഷത്വത്താൽ അടഞ്ഞു പോകരുത്. തുറന്ന വാതിൽ പൂർണ്ണ ശക്തിയോട് നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ ചില രാജ്യത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് ഒരു കാലഘട്ടം വരെ ദൈവം നിങ്ങളെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടം നിങ്ങൾ ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ദൈവം അവിടെ ആക്കി. വർഷങ്ങൾ വെറുതെ ചെലവഴിച്ചിട്ട് അർത്ഥമാകുകയില്ല. ഇവിടെ കാണുന്ന ഞാൻ വലിയൊരു വേല ചെയ്തു വരുന്നു, അങ്ങോട്ട് വരുന്നതിനാൽ വേലയ്ക്ക് മെനക്കേട് വരും. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ഉള്ളിൽ വരേണ്ട കാഴ്ചപ്പാട് ഇതായിരിക്കട്ടെ, കർത്താവേ, ഇന്ന് ഒരാളോടെങ്കിലും എന്റെ കർത്താവിന്റെ വചനം പറയുവാൻ എനിക്ക് കൃപ നൽകണമേ. ഒരു ജീവിതത്തിന് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കാൻ ഒരു കൃപ നൽകണമേ. ഒരു വാക്യമെങ്കിലും സ്റ്റാറ്റസിനകത്തിട്ടാൽ അതൊരു ജീവിതത്തിന്റെ വിടുതലായിരിക്കും. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു കിട്ടുന്ന വാക്യം ഒരെണ്ണം ഇട്ടേരെ, അധിക സമയം ഇതിനകത്തൊന്നും കയറി ഇരിക്കരുത്. സ്തോത്രം. എന്തിനാണ്? ആരെങ്കിലും ഒന്ന് ധൈര്യപ്പെടുത്താനായിരിക്കും, അല്ലെ ഒരാൾ രക്ഷിക്കപ്പെടാനുള്ള ഒരു ചാൻസ് ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പ്രിയ മിനി മാത്യു ഒരു വൈദികന്റെ പെങ്ങളാണ്. യൂട്യൂബിലെ പ്രസംഗങ്ങൾ കേട്ടാണ് ആ പ്രിയപ്പെട്ടവൾ കടന്നു വന്ന് എന്റെ കൈക്കടിയിൽ സ്നാനപ്പെടാനിടയായി. എനിക്ക് വളരെ അഭിമാനവും വളരെ സന്തോഷവും ദൈവസന്നിധിയിലുണ്ട്. വളരെ ആർത്തിയോട് ദൈവത്തിന്റെ വചനം പഠിക്കാൻ ദാഹത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ കണ്ണു നിറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ഇന്ന് ഈ പോർഷൻ ഇവിടെ ധ്യാനം നിർത്തുകയാണ്. സ്തോത്രം. എന്താണ് താൻ പറയുന്നത്? ഞാൻ വലിയ വേല ചെയ്തു വരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് വരാൻ എനിക്ക് കഴിയുകയില്ല. താൻ പറയുകയാണ്. സ്തോത്രം. എന്റെ ഒരു സ്നേഹിതനായിരുന്ന ഒരു ദേവദാസന് അടുത്ത കാലത്ത് മരിച്ചുപോയി, ലിവർ സിറോസിസ് ആയിട്ട്. അദ്ദേഹം 5 വർഷം എന്റെ ശിഷ്യനായി ആൻഡുമൻസിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു. ആമേൻ. ഞങ്ങൾ ഒന്നിച്ച് മിനിസ്ട്രി ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, എടോ നിങ്ങളുടെ പുതപ്പ് എന്റെ തലയിലൊന്ന് ഇടണേ. സ്തോത്രം. ഒരുപാട് ഉണർവി യോഗങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ ചെയ്ത് 2 പ്രാവശ്യം വരെ ആശീർവാദം പറഞ്ഞു നിർത്തിയ യോഗങ്ങൾ ഉണ്ടായിരുന്നു. ഒരു യോഗം ദൊറോട്ടാങ് എന്ന് പറയുന്ന സ്ഥലം 14 രാത്രി കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗമാണ്. 13ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന് നീ സ്നാനത്തെ കുറിച്ച് പ്രസംഗിക്കണം. പക്ഷേ സ്നാനം ഞാൻ മറച്ചു വെച്ച് ക്രൂശീകരണം പ്രസംഗിച്ചു. പക്ഷേ പിന്നിട്ട് 12 ദിവസം എന്നിൽ വ്യാപരിച്ച ദൈവ സാന്നിധ്യം മാറി നിന്നു. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മാറി നിന്നു. കാരണം എന്താണ്? ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന് നീ സ്നാനം പ്രസംഗിക്കണം. എന്റെ ആഗ്രഹം ആ ഗ്രാമത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടതിന് ശേഷം എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി സ്നാനപ്പെടുത്താമെന്ന എന്റെ മനസ്സിൽ വന്ന ആഗ്രഹം. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം, ഇന്ന് വിടുവിക്കപ്പെടാനുള്ളവർ നാളെ ആയിക്കൂടാ. സ്തോത്രം. ഇന്ന് ഫ്രീ ആകേണ്ടവർ അത് നാളെ ആയിക്കൂടാ. ഇന്ന് കെട്ടഴിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിച്ച് കർത്താവിന് വാഹനമേകേണ്ട കഴുത ആ മരച്ചുവട്ടിൽ തന്നെ ഇന്നും കിടന്നുകൂടാ എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. നിങ്ങൾ പറയുന്ന ഒരു വാക്യമായിരിക്കാം ഒരു കുടുംബത്തിന്റെ വിടുതലിന് കാരണമായി തരുന്നത്. കർത്താവിന്റെ ഒരു വാക്ക് മതി നിങ്ങൾക്ക് ഒരു ആയുസ് മുഴുവൻ ജീവിക്കാൻ. ആമേൻ. സ്തോത്രം, സ്തോത്രം. അങ്ങനെ ഞാന് പതിവ് പോലെ യോഗം തുടങ്ങി. ആമേൻ. 8 മണിയായപ്പോ യോഗം തീർന്നു. 6 മണിക്ക് തുടങ്ങി. പക്ഷെ ജനങ്ങളാരും പോകുന്നില്ല. പള്ളി നിറച്ച ആളുകളാണ്. 12 പേരിൽ തുടങ്ങി യോഗമാണ് ആദ്യം. പക്ഷേ 13ാമത്തെ ദിവസമായപ്പോഴും
ആ ആലയം മുഴുവൻ നിറഞ്ഞ് മുറ്റത്താളായി. ഇതിനിടയിൽ വിഷം തൊട്ടവർ സൗഖ്യമായതുകൊണ്ട് അത്യാസന്ന നിലയിൽ വന്ന രോഗികൾ സൗഖ്യമായ കേസുകളൊക്കെ നടന്നു. പക്ഷേ ദൈവം ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഒരു പകൽ മുഴുവൻ ഞങ്ങളിരുന്ന് 6-7 മണിക്കൂർ കരഞ്ഞിട്ടാണ്, ദൂതൊരുക്കിയാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. ഓരോ ദിവസവും ആളുകളെ വിളിക്കാതെയാണ് യോഗത്തിന് ആളുകൾ വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷേ അന്ന് പരിശുദ്ധാത്മാവ് തന്ന ആ വചനം, അന്ന് ഞാൻ അന്ന് പരിശുദ്ധാത്മാവ് തന്ന വചനം ഞാൻ മറച്ചു വെച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഞാൻ പറയുകയാണ്. എൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷയിലെ പാളിച്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ദൈവം പഠിപ്പിച്ച പാഠങ്ങൾ പങ്കുവെക്കുമ്പോൾ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഫെയിലിയേഴ്സ് ഉണ്ടാകാതെ ഇരിക്കേണ്ടതിന് വേണ്ടിയാണ് ഇതൊക്കെ വളരെ ദൈവഭയത്തോടുകൂടെ പങ്കുവെക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ? പതിവ് പോലെ യോഗം 8 മണിക്ക് ആശീർവാദം പറഞ്ഞു നിർത്തി. ജനങ്ങൾ പോയില്ല. അവരോട് ഞാൻ പറഞ്ഞു, കൃപയാം ജായേ അഗ്ലാ മൈനെ ആയേ, അടുത്ത മാസം വാ, ഇപ്പൊ തൽക്കാലം എല്ലാവരും പോ. ആരും പോകുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം എഴുന്നേറ്റ്, അത് മലയാളികളായിരുന്നു. സ്തോത്രം. റാഞ്ചിക്കാരായ ആളുകളുടെ ഇടയിലാണ് മീറ്റിംഗ്. സ്തോത്രം. ഹിന്ദിയിലാണ് പ്രസംഗം നടക്കുന്നത്. സ്തോത്രം. ഹിന്ദിയിലാണ് പ്രസംഗം നടക്കുന്നത്. സ്തോത്രം. ഞാനിങ്ങനെ ജനങ്ങൾ പോകാതെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടിയിൽ നിന്ന് കൂട്ടുവേലക്കാരനായ സുനിലിനോട് പറഞ്ഞു, സുനി, ജനം പോകുന്നില്ല. എന്നോട് ചോദിച്ചു എന്താണ്? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സുനി, കർത്താവ് തന്ന വചനം ഞാൻ ഈ ജനത്തോട് പറഞ്ഞില്ല. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ക്രൂശീകരണം പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവ് തന്ന സ്നാന വിഷയമായിരുന്നു. സ്തോത്രം. അപ്പോൾ ഞാനിങ്ങനെ വളരെ ഭയപ്പെട്ടു. ജനം പോകാതെ വന്നപ്പോൾ ഭയപ്പെട്ടു. ഇന്ന് രാത്രിയിലും തിരിച്ചറിയണം, ദൈവവചനം കേൾക്കുവാൻ 4 പേർ നിന്റെ അരികിൽ വരുന്നെങ്കിൽ ദൈവമാണ് കൊണ്ടുവരുന്നത്. സ്തോത്രം. പിതാവ് ആകർഷിച്ചിട്ടാണ് അവർ വചനം കേൾക്കുന്നത്. പുത്രൻ രൂപാന്തരപ്പെടുത്താൻ അവിടെ ഉണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്താൻ പരിശുദ്ധാത്മാവ് അവിടെ പരിവർത്തിക്കും. അല്പം കഴിഞ്ഞപ്പോൾ ആ റാഞ്ചിക്കാരുടെ ഇടയിൽ നിന്നൊരു സഹോദരി, പുറകിലിരുന്ന സഹോദരി ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഹേ മേരാ ദാസ്, ആജ് രാത് तेरे सामने मैंने लाया हुआ मेरा जन को देने के लिए तेरा हाथ में मैंने दिया हुआ मेरा वाणी कहाँ है? സ്തോത്രം. എന്റെ ദാസനെ, നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന എന്റെ ജനത്തിന് കൊടുപ്പാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച എന്റെ ദൂതവിടെ. ഞാൻ എന്റെ ഈ ഏപ്പാടിപ്പോയി കേട്ടോ, എന്റെ മുട്ടാടിപ്പോയി. ഞാൻ ഭയന്നു വിറച്ചു. റാഞ്ചിക്കാരിയായ സഹോദരി പുറകിലിരുന്ന് ആത്മനിറവിൽ ചോദിക്കുകയാണ്, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ഈ നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന എന്റെ ജനത്തിന് കൊടുപ്പാൻ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ച എന്റെ വചന ദൂതവിടെ. നിങ്ങൾക്കറിയാമോ, 8 മണിക്ക് ശേഷം 8:10 വീണ്ടും പ്രാർത്ഥിച്ച് യോഗം തുടങ്ങി. സ്തോത്രം. 9:30 ആയപ്പോൾ രണ്ടാമത് ആശീർവാദം പറഞ്ഞ് യോഗം നിർത്തിയപ്പോൾ 32 പേര് 80 വയസ്സുള്ള ഒരു അമ്മച്ചി സഹിതം സ്നാനപ്പെടാൻ മുന്നിൽ വന്നു. സ്തോത്രം, സ്തോത്രം. അതിനു മുമ്പ് ഈ സ്ത്രീ പ്രവചിക്കുമ്പോൾ പാസ്റ്റർ സുനിൽ ചെറിയാൻ പറഞ്ഞു, ഇങ്ങനെ ഉള്ളിൽ പറയാണ്, അദ്ദേഹം പ്രവചനത്തിൽ വിശ്വാസമില്ലാത്ത ആളായിരുന്നു. അദ്ദേഹം ഉള്ളിൽ പറഞ്ഞു, ഇതാ തുടങ്ങി ഇനിയും പ്രവചനം എന്ന് ഉള്ളിൽ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ആത്മാവ് വിവേചിച്ചു. ഞാൻ മാറത്തടിച്ച് കരയുകയാണ്. ഈ സഹോദരി എന്നോട് ദൂത് പറഞ്ഞപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മുന്നേ ആ സഹോദരിയിൽ നടന്നിട്ടില്ല. പക്ഷേ ഞാൻ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിലും അനുസരിക്കേണ്ട ആളിനെ ദൈവം മറ്റൊരാളെ നിയോഗിച്ച് സ്നാനത്തിനായി ദൈവം കണ്ട ആളുകളെ അന്ന് രാത്രി വേർതിരിക്കാൻ ദൈവം തീരുമാനിച്ചു എന്നറിയണം. സ്തോത്രം. ദൈവമക്കളെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ കുഴിച്ചിടണം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അടുത്ത പടി കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. പ്രൈസ് ഗോഡ്. ഈ ഉപദേശം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സുനി അവിടെ നിന്ന് പിറുപിറുക്കുമ്പോൾ ദൈവാത്മാവ് പറയുകയാണ്, ഇതാ പ്രവചനത്തിനെതിരായി ചിന്തിക്കുന്ന സുനിലിലൂടെ ഇതാ ദേശത്ത് വരുവാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് ദൈവാത്മാവ് ദൂതറിയിക്കാൻ പോകുന്നു പറയുകയും പ്രവചനത്തിനെതിരായി നിന്ന സുനിലിന്റെ മേൽ അഭിഷേകത്തിന്റെ അത്യന്ത ശക്തി ഇറങ്ങി വന്ന്
പ്രവചനാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിക്കാൻ തുടങ്ങി. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, അന്ന് പകർന്ന ആ ആത്മശക്തിയാൽ പിറ്റേ ദിവസം വലിയൊരു കൂട്ടം ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു, സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. അന്ന് പകർന്ന ആത്മശക്തിയാൽ ആ പ്രിയപ്പെട്ടവൻ 5 വർഷത്തിന് ശേഷം അദ്ദേഹം ജാർഖണ്ഡിലേക്ക് പോയി. 34-ൽ പരം സഭകൾ സ്ഥാപിച്ചു. 10,000-ൽ പരം ആളുകളെ അദ്ദേഹം സ്നാനപ്പെടുത്തി. ഒരു ദിവസം അദ്ദേഹം ജാർഖണ്ഡിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എടോ, എന്നെ ഒരു ദിവസം ആളുകൾ കൊല്ലത്തേ ഉള്ളൂ, നിങ്ങളുടെ 3 മുറി ഓഫീസ് ഗവൺമെന്റിന്റെ ബിൽഡിങ്ങിൽ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു, സുനി ഒരു കാര്യം ചെയ്യും, ഞാനൊരു മുറി നിനക്ക് ഓഫീസിൽ തരാം, ഇവിടെ ഫംഗ്ഷൻ ചെയ്ത് നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കേ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നാട്ടിലേക്കല്ല, അവിടേക്കാണ്. അദ്ദേഹം ഉറച്ചു മടങ്ങിപ്പോയി. ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ, എന്നെ ഒരിക്കൽ വെടിവെച്ചവര് കൊല്ലുകയുള്ളൂ, നസ്ലേറ്റിന്റെ ശല്യമുണ്ട്. ഞാൻ പറഞ്ഞു, നിന്റെ രോമത്തെ പോലും തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇത് അദ്ദേഹത്തോട് പറയുകയും വെടി കേൾക്കുകയും ചെയ്യുന്നത് ഒരുപോലായിരുന്നു. അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള ആളിനെ വെടിവെച്ച്, ബൈക്കിൽ വന്ന ഒരാള്, നക്സലേറ്റുകാർ വെടിവെച്ച് താഴെയിട്ടു. എന്നോട് പറഞ്ഞത്, എന്റെ കണ്ണിന് മുമ്പിൽ ഒരുവൻ ചത്തു വീണു. സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, വചനം പറയുന്നു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും എങ്കിലും അത് നിന്നോട് അടുത്തു വരും. പറയുകയാണ്, ഞാൻ വലിയൊരു വേല ചെയ്തു വരുന്നു. റെസ്പെക്ട് ദ ഗോഡ്സ് മിനിസ്ട്രി. ദൈവത്തിന്റെ വേലയെ ബഹുമാനിക്കുക, ദൈവരാജ്യത്തെ ബഹുമാനിക്കുക, പരിശുദ്ധാത്മാവിനെ റെസ്പെക്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്തോത്രം. കാരണം നിങ്ങളെ തന്നെ ശപിക്കുന്നവരായും സ്വയം വെറുക്കുന്നവരായും തീരാതെ എവിടെ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നു, അവിടെ അധികമായി ശോഭിപ്പാനുള്ള ദൈവകൃപയ്ക്കായി ഇന്ന് രാത്രി നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. കഴിഞ്ഞ 1.5 മണിക്കൂറോളം ദൈവവചനം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ഇതിലെ ഓരോ വചനങ്ങളും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പുഷ്ടിയും പച്ചിപ്പും വരുവാനിടയായി തീരട്ടെ. ആരോഗ്യമുള്ള ക്രിസ്തീയ ജീവിതത്തിനും ആരോഗ്യപരമായ ശുശ്രൂഷയ്ക്കും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും ഒരുക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി നമ്മളെ സമർപ്പിക്കാം. പ്രൈസ് ഗോഡ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. റമശദുരബാല റഹത്തുല ജനഗസി അന്തൽ പ്രമാണ ഘടകദീശകദന ഘടകസിയാന. യേശുവിന്റെ രക്തം ചെയ്യും. നിയോഗമുള്ള ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ബി ടു ജീസസ്. സിസ്റ്റർ സൂസൻ പ്രാർത്ഥിച്ചാൽ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ്. കർത്താവേ, ഞങ്ങൾ വീണ്ടും തിരുപാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കേൾപ്പിച്ചതായ നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു ക്രിസ്തീയ ജയജീവിതം എങ്ങനെ നയിക്കാമെന്നുള്ള പോയിന്റുകൾ കർത്താവേ അടിയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിന്റെ വേലയ്ക്ക് വേണ്ടി, നിന്റെ രാജ്യത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയൊരു അഭിഷേകത്തിന്റെ ശുശ്രൂഷ, കർത്താവിന്റെ ഹല്ലേലൂയ നിത്യതയെ കുറിച്ചുള്ള വാഞ്ച, ആത്മാക്കളെ നേടുവാനുള്ള വലിയ ദൈവകൃപ അടികൾ പകർന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്റെ ദൈവം എത്ര വിശ്വസ്തൻ, എന്റെ ദൈവം എത്ര നല്ലവൻ, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, വാഗ്ദത്തങ്ങൾ തന്നവൻ. വാഗ്ദത്തങ്ങൾക്ക് വില കൊടുക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. സ്വർഗീയ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ഞങ്ങളാവോളം നിനക്ക് വേണ്ടി ഓടുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവെ, വേല വളരെ ഉണ്ട്. ആത്മാക്കളും ഇടുവാൻ ഞങ്ങൾ ആരെ അയക്കേണ്ടു കർത്താവെ എന്നുള്ള വലിയ കർത്താവെ ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിലെ കുറിച്ചുള്ള വാഞ്ച ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആക്കിയിരിക്കുന്ന ദേശത്ത് കർത്താവെ വിശ്വസ്തയോട് നിന്നെ സേവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ രാജ്യത്തിന്റെ മഹിമ കണ്ട സാക്ഷികളായി ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവാൻ
ദേശത്തിനു വേണ്ടി കരയുവാൻ, ദൈവദാസന്മാർക്ക് വേണ്ടി കരയുവാൻ ഞങ്ങളെ ഒരുക്കിയെടുക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഓ ദൈവകൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവിനാൽ ഞാൻ മതിൽ ചാടി കടക്കും. ഹല്ലേലൂയ. കർത്താവേ, യുദ്ധത്തിനായി ഞങ്ങളുടെ കൈകളെയും പോരിനായി ഞങ്ങളുടെ വിരലുകളെ അഭ്യസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു നെഹമ്യാവിന്റെ ജീവിതത്തിൽ കൊടുത്ത ആത്മഭാരം, ഓ യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മഭാരം തരേണ്ടത് വേണ്ടി അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങളുടെ മുന്നിൽ കർത്താവിനെ അറിയാത്തവരുണ്ട്. ഹല്ലേലൂയ. അവരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെയും ദിവസങ്ങളിൽ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാൽ യഹോവ ഹല്ലേലൂയ എന്റെ കാര്യം സാധിപ്പിക്കും. എന്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ എഴുന്നേറ്റു പണിയുമെന്നുള്ള വിശ്വാസത്തോട് കർത്താവേ, ദിവസങ്ങളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആത്മാവിന്റെ അഭിഷേകത്തിലും ഞങ്ങളുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിയെ അനുഗ്രഹിക്കണമേ, പ്രിയദാസനെ അനുഗ്രഹിക്കണമേ, തന്റെ കുടുംബത്തെ ദൈവം സഹായിക്കണമേ. ക്രിസ്തുവേശുവിലുള്ള പ്രത്യാശയോടെ ഇവിടെ കടന്നു വരിക്കുന്ന ജനങ്ങളെ എല്ലാം കർത്താവെ മുന്നേറുവാൻ ദൈവം അവരെ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കിയെടുക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടട്ടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉപയോഗിക്കപ്പെടട്ടെ കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദിവസങ്ങളിൽ അടിയനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ അടിയനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടി ഇരിക്കണമേ അപ്പ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആശീർവാദം പറയാം. ഓക്കെ, ബ്ലെസ്സൻ ആശീർവാദം പറഞ്ഞാട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മിനിസ്ട്രി അനുഗ്രഹിക്കട്ടെ. കർത്താവ് രണ്ടാമത്തെ നാളെ മോർണിംഗ് 8 o'clock നമുക്ക് വീണ്ടും കാണാം. അതുവരെയും പ്രാർത്ഥനയിൽ പരസ്പരം നമുക്കായിരിക്കാം. All the best. Thank you, Pastor. Amen. God bless you. Thank you. Amen. Thank you, Pastor. Amen. God bless you.